അത് ഞാൻ താഴെ കൊണ്ടുവന്നു പോകും. ഹരേ കൃഷ്ണ. 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 ഹരേ രാമ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. അല്ല, അഞ്ചാമത്തെ PDF ഇട്ടിരുന്നോ? ശ്ലോകത്തിന്റെ മന്ത്രത്തിന്റെ അഞ്ചാമത്തെ ഇത് ഇട്ടിട്ടില്ല. ചോദ്യം ധ്യാനട്ടോ മന്ത്രം ഇട്ടിരുന്നു. മന്ത്രം ഇട്ടിന്, വീഡിയോ ഇട്ടിന്, ക്വസ്റ്റ്യൻ ഇട്ടിന്. മന്ത്രം ഇട്ടിട്ടുണ്ടല്ലേ അഞ്ചാമത്തെ? ഇട്ടിന്. 4, 5 ഒന്നിച്ച് ഗ്രൂപ്പ് 5 ഇട്ടിട്ടുണ്ട്. 5 എനിക്ക് കണ്ടില്ല. ഒന്നിച്ചാണ് ഇട്ടത്. അത് നമ്മൾക്ക് ഒന്നിച്ചല്ലേ എടുത്തത് ഇന്നലെ. 4 വരെയല്ലേ ഇട്ടുള്ളൂ? അല്ല 4, 5 ഒന്നിച്ചാണ് നമുക്ക് ഇന്നലെ ക്ലാസ് എടുത്തത്. അതിന്റെ ഇട്ടിന് മാതാജി. കഴുകിയിടുമ്പോ ബുക്കിന്റെ ആദ്യം ഇട്ടിട്ടുണ്ട് അല്ലേ? അത് കഴിഞ്ഞിട്ടാ 2, 3 4, 5 ഇട്ടിട്ടുണ്ട്. ഹരേ കൃഷ്ണ മാതാജി, പ്രണാമം. ഹരേ കൃഷ്ണ, എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മാതാജി പ്രണാമം. ഹരേ കൃഷ്ണ. നോക്കി മാതാജി പ്രണാമം. മാതാജി ഒരു മിനിറ്റ്. ഗീതു മാതാജി, അവിടെ ലൈവ് കാണുന്നുണ്ടോ? കോർണറില് ഫോണില് ആ ലൈവിൽ ഒന്ന് ടച്ച് ചെയ്താല് സ്ക്രീനില് താഴെ ഒരു ഓപ്ഷൻ കാണാം, ഷെയർ ഓപ്ഷൻ കാണാം മാതാജിക്ക്. ഒരു ഏരോ മാർക്ക് കാണാം, ഒരു ബോക്സിൽ ഒരു ഏരോ കാണുന്നില്ലേ? ആ ഏരോമില് തൊട്ട് നേരെ യൂട്യൂബിലേക്ക് പോകും മാതാജി. ആ ഏരോമില് തൊടുമ്പോ ഹരേ കൃഷ്ണ. മാതാജി എക്സിറ്റ് ആയോ? ചെയ്ത് നോക്കാട്ടോ ആർക്കായാലും. എക്സിറ്റ് ആയി പോയല്ലോ. അതില് ഓൺലി ദ ഹോസ്റ്റ് ക്യാൻ ഷെയർ ഇൻ ദിസ് മീറ്റിംഗ് എന്ന് പറയുന്നുണ്ട്. അല്ലേ മാതാജി? ആ ലൈവുമ്മ തൊടുമ്പോ ഏരോ മാർക്ക് ഇല്ലേ താഴെയുള്ള, അതുമ്മ തൊട്ട നേരെ നമ്മൾ യൂട്യൂബാ പോണത്. എന്നിട്ട് അവിടെ ഷെയർ ഓപ്ഷൻ കാണാം. ഷെയർ നമ്മൾ സാധാരണ വീഡിയോസ് ഷെയർ ചെയ്യണ പോലെ ആ ഷെയർ കാണാം. കാണുന്നില്ലേ? എന്താ കാണുന്നു മാതാജി? ഇല്ല, ഇതില് സ്റ്റാർട്ട് ഷെയർ ഉണ്ട്, റെക്കോർഡ് ഉണ്ട്, നോട്ട്സ്, ആപ്സ്, ഡിസ്കണക്ട് ഓഡിയോ, മീറ്റിംഗ് ഇൻഫോ, സെറ്റിംഗ്. ഏതെടുക്കുന്നേ? ലൈവ് കൊടുക്കണം. ലൈവ് മേലെ കോർണറിൽ ലൈവ്. അതുമല്ലേ ലീവ് നാട്ടിരിക്കണ ലൈവ് അല്ലേ? ലീവ് അല്ലേ ഇട്ടിരിക്കണ അവള്? സെൻഡ് ടു യൂട്യൂബ് എന്ന് കാണിക്കും. സെൻഡ് ടു യൂട്യൂബ് എന്ന് കാണിക്കുന്നു. അതെ, അപ്പൊ സെൻഡ് ടു യൂട്യൂബ് നേരെ യൂട്യൂബിൽ പോയി. അതിൽ ഷെയർ ഓപ്ഷൻ ഇറങ്ങണം. യൂട്യൂബില് വന്നു. അതില് ഷെയർ കാണുന്നില്ല. യൂട്യൂബിൽ വരുന്നുണ്ട്. യൂട്യൂബിൽ വന്നിട്ട് എന്താ ചെയ്യേണ്ടത്? യൂട്യൂബില് ലേൺ മോർ എന്ന് കാണിക്കും. നേരെ ഷെയർ എടുത്തോളൂ. യൂട്യൂബിലേക്ക് പോയില്ലേ? അപ്പൊ യൂട്യൂബിന് ഷെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ലേ?
ഉണ്ട് ഉണ്ട്. അത് എന്നിട്ട് നമ്മളെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പിലോട്ട് അങ്ങ് ഷെയർ ചെയ്തിരുന്നാ മതിയോ? അതെ 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 ചെയ്യും. ഗീതു മാതാജി തിരിച്ചു വന്നു. എനിക്ക് തോന്നുന്നു മാതാജി ബട്ടൺ തെറ്റി അമർത്തി പോയിട്ടുണ്ട്. അതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഷൈനി മാതാജി ഇട്ട് വന്നു. ഇതെന്തിനുള്ളത് പറയുന്നത് മാതാജി? എനിക്ക് മനസ്സിലായില്ല, ഞാൻ കേട്ടില്ല മുഴുവൻ. ഗീതു മാതാജി വന്നോ? കേറിയോ തിരിച്ച്? നമസ്കാരം മാതാജി, ഇതെന്തിനുള്ളതെന്ന് പറഞ്ഞ ഞാൻ കേട്ടില്ല മുഴുവൻ. ഇല്ല അത് കുഴപ്പമില്ല മാതാജി. ഞാൻ ആരെങ്കിലും മതി. അപ്പൊ ഗീതു മാതാജി ചെയ്യാന്ന് പറഞ്ഞാലുണ്ട്. ഇപ്പൊ പഠിപ്പിച്ചതാണ് ചെയ്യാനായിട്ട് കേട്ടോ. ബാക്കിയുള്ളവർ ചെയ്യണമെന്നില്ല, കുഴപ്പമില്ല. രണ്ടാള് ചെയ്തു. ഇപ്പൊ ആളായി. ഒരാള് എത്ര പേര് വന്നു? ഷൈനി മാതാജി ഇട്ടു. അപ്പൊ ലൈവ് പോസ്റ്റ് ചെയ്യാനായിട്ട് കിട്ടിയല്ലോ അല്ലെ? ഇപ്പൊ ആരും ഇല്ലെങ്കിലും നമുക്ക് ലൈവ് പോസ്റ്റ് ചെയ്തിടാനായിട്ട്. ഗീതു മാതാജി നമസ്കാരം, ഞാൻ പിന്നെ കേറട്ടെ, അവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ശരി മാതാജി, കുഴപ്പമില്ല കേട്ടോ. യശോനന്ദ മാതാജി ഇട്ടു. ഇത്ര ആളുണ്ടായിട്ടാണ് ഇവിടെ. ഇപ്പൊ നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ ക്ലാസ്സിൽ ആളായി. ഇപ്പൊ നമുക്ക് ആരും ആവശ്യമില്ല. മാതാജി ഹരേ കൃഷ്ണ. മാതാജി എന്റെ പേരക്കുട്ടിയാണ് കിട്ടു എന്നത്. അതല്ലേ? ആണ്. ഗീതു മാതാജി അത് നോക്കാൻ പോയിട്ട് പിന്നെ ആളെ കാണുന്നില്ല. എന്നാടാനായിരുന്നു പറഞ്ഞേ? ഇല്ല, ഗീതു മാതാജി. എന്തായാലും കുഴപ്പമില്ല, ശരിയായി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ ബാംഗ്ലൂരിന്റെ ഈശോപനിഷത്ത് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. അപ്പൊ നമ്മൾ ഇന്ന് 6, 7, 8 3 മന്ത്രം നമുക്ക് ഇന്ന് എടുക്കാനുണ്ട്. ഒരുമിച്ച് വരുന്നതാണ് ഇത്. മൂന്നെണ്ണം എടുക്കാനുണ്ട്. ബോറടിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്കൊന്ന് ഒരു സെക്കൻഡ് നാമം ചൊല്ലിട്ട് തുടങ്ങാം കേട്ടോ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളിപ്പോ 5 വരെയുള്ള മന്ത്രം പഠിച്ചു. 5 + 1 ധ്യാന മന്ത്രം, 6 മന്ത്രം നമ്മൾ പഠിച്ചു. ഓർമ്മയുണ്ടോ ആർക്കൊക്കെ? പഠിക്കാൻ തുടങ്ങിയോ? ക്ലാസ് കിട്ടിയില്ലല്ലോ ഇപ്രാവശ്യം, വളരെ കുറവായിട്ടിരിക്കുന്നു അല്ലെ? നാളെ തൊട്ട് തരാം കേട്ടോ. അപ്പൊ നമ്മള് ധ്യാന മന്ത്രത്തിൽ പറഞ്ഞു ഭഗവാൻ പൂർണ്ണനാണ്, സത്യവും പൂർണ്ണനായതുകൊണ്ട് ഭഗവാനിൽ നിന്ന് ഉത്ഭവിക്കുന്നതെല്ലാം പൂർണ്ണങ്ങളായിരിക്കും. എത്ര പൂർണ്ണങ്ങൾ ഉണ്ടായാലും ഭഗവാൻ സമ്പൂർണനായിട്ട് തന്നെ നിലനിൽക്കുമെന്ന് നമ്മൾ കണ്ടു. ഒന്നാമത്തെ മന്ത്രത്തിൽ പറഞ്ഞു നിയന്ത്രണത്തിലുള്ളതാണ്. ഭഗവാൻ ഓരോരുത്തർക്കും ഒരു വിഹിതം നീക്കിവെച്ചിട്ടുണ്ട്. അത് മാത്രം നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ, മറ്റുള്ളവരുടെ നമ്മൾ ആശിക്കാൻ പാടില്ല എന്ന് നമ്മള് ഒന്നാമത്തെ മന്ത്രത്തിൽ പറഞ്ഞു. അതേ രീതിയിൽ ഭഗവാൻ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ 100 കണക്കിന് വർഷം ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. കർമ്മബന്ധത്തിൽ നമ്മള് തളയ്ക്കപ്പെടുന്നില്ല. മനുഷ്യന് ഇതല്ലാതെ വേറൊരു വഴിയില്ല എന്ന് രണ്ടാമത്തെ മന്ത്രത്തിൽ പറഞ്ഞു. മൂന്നാമത്തെ മന്ത്രത്തിൽ പറഞ്ഞു ശ്രമിക്കാത്തവൻ ആരായാലും അവൻ അജ്ഞാനം നിറഞ്ഞ അന്ധകാരം നിറഞ്ഞ ലോകങ്ങളിലേക്ക് എത്തിച്ചേർന്നേ മതിയാകൂ എന്നാണ് മൂന്നാമത്തെ മന്ത്രത്തില് പറഞ്ഞത്. പിന്നെ നാലാമത്തത് ഭഗവാന്റെ മഹത്വങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവരെയും അതിക്രമിക്കാൻ സാധിക്കുന്നവനാണ്. പിന്നെ എല്ലാ ദേവന്മാർക്കും സംപ്രാപ്തനാണ്. ദേവന്മാരുടെ നിയന്ത്രണം മാത്രമാണ് ഭഗവാൻ.
അങ്ങനെയുള്ള ഭഗവാൻ മഹത്വത്തിൽ എല്ലാവരെയും അതിശയിക്കുന്നു എന്ന് 4-ാമത്തെ മന്ത്രത്തിൽ പറഞ്ഞു. അഞ്ചാമത്തെ മന്ത്രം ഭഗവാന്റെ വൈരുദ്ധ്യങ്ങളാണ് കണ്ടത്. ഭഗവാൻ ചലിക്കുന്നു, ചലിക്കാതിരിക്കുന്നു, സമീപസ്ഥനാണെങ്കിലും വിദൂരസ്ഥനെങ്കിലും സമീപസ്ഥനാണ്, സകലത്തിന്റെയും അകത്തും മന്ത്രം നമ്മള് പഠിച്ചു. അപ്പൊ 4ഉം 5ഉം ഒരെണ്ണം ഒരു ഗ്രൂപ്പ്, 1, 2, 3 വേറെ ഗ്രൂപ്പ്, ധ്യാന മന്ത്രം വേറെ. ഇനി 7ഉം 8ഉം 6, 7, 8 3 അത് 3 അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞ നമുക്ക് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അതിലും പറഞ്ഞത്. ആരാണോ ഭഗവാനുമായി ബന്ധപ്പെടുത്തി എല്ലാതും ചിന്തിക്കുന്നത്, ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി എല്ലാതും ചിന്തിക്കുന്നത്, ഒരുവനെ സകലതിനെയും ദർശിക്കുന്നത്, എല്ലാത്തിലും ഭഗവാന്റെ അംശം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്, എല്ലാവരിലും ഭഗവാൻ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്, ഒന്നിനെയും വെറുക്കുന്നില്ല എന്നാണ് പറയുന്നത്. മാതാജി പറയുന്നതേ കേൾക്കുന്നില്ല. പറയുന്നത് കേൾക്കില്ല. അത് ആദ്യം മൈക്ക് ഡിസ്റ്റർബ് ഉണ്ട്. എന്തിപ്പോ കേൾക്കുന്നില്ല. തുടങ്ങുമ്പോ എടുക്കാന്ന് വെച്ചിട്ടായിരുന്നു. കുഴപ്പമില്ല. അതേ ഇപ്പൊ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ തുടങ്ങാം. 6ാമത്തെ മന്ത്രം തുടങ്ങാണ്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. മന്ത്രം 6. 6ാമത്തെ മന്ത്രം. യസ്തു സർവാണി ഭൂതാനി ആത്മന്യോവാനുപശ്യതി സർവഭൂതേഷു ചാത്മാനം തതോ ന വിജുഗുപ്സതേ. യസ്തു സർവാണി ഭൂതാനി ആത്മന്യോവാനുപശ്യതി സർവഭൂതേഷു ചാത്മാനം തതോ ന വിജുഗുപ്സതേ. യസ്തു സർവാണി ഭൂതാനി ആത്മന്യേവാനുപശ്യതി സർവഭൂതേഷു ചാത്മാനം തതോ ന വിജുഗുപ്സതേ. എന്താ ഇതിൽ പറയണത്? ഏതൊരു വ്യക്തിയാണോ ഭഗവാനുമായി ബന്ധപ്പെടുത്തി സകലതിനെയും ദർശിക്കുന്നത്, ഏതൊരു വസ്തു കണ്ടാലും അത് ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി ദർശിക്കുകയാണെങ്കിൽ, എല്ലാ വസ്തുക്കളും ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി ദർശിക്കുകയാണെങ്കിൽ, എല്ലാ ജീവരാശികളെയും ഭഗവാന്റെ അംശമായിട്ട് കാണുകയാണെങ്കിൽ, അപ്പൊ ഒന്ന് ഏതൊരു വസ്തുവും ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി ദർശിക്കുന്നു, പിന്നെ എല്ലാ ജീവാത്മാക്കളും ഭഗവാന്റെ അംശമാണെന്ന് കാണുന്നു, ഏതൊരുവൻ സർവ്വതിലും പരമപുരുഷനെ ദർശിക്കുന്നു, പിന്നെ എല്ലാറ്റിലും ഭഗവാനെ കാണാം. ഒന്ന് ഭഗവാനുമായി ബന്ധപ്പെടുത്തി എല്ലാറ്റിനെയും കാണുന്നു, എല്ലാതും ഭഗവാന്റെ അംശമാണെന്ന് കാണുന്നു, എല്ലാറ്റിലും ഭഗവാനെ കാണാം. അങ്ങനെയുള്ള വ്യക്തി ഒന്നിനെയും വെറുക്കുന്നില്ല. അപ്പൊ എന്താണ്? എന്ത് കണ്ടാലും ആരാണ്? പിന്നെ ഭഗവാനാണ്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള വ്യക്തി ഒന്നിനെയും വെറുക്കുന്നില്ല എന്നാണ് 6ാമത്തെ മന്ത്രത്തിൽ പറയുന്നത്. അപ്പൊ ഏതൊരു വ്യക്തിയാണോ എല്ലാതും ഭഗവാനുമായി ബന്ധപ്പെടുത്തി ദർശിക്കുന്നത്, എല്ലാതും ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി ദർശിക്കുന്നത്, എല്ലാറ്റിലും ഭഗവാനെ ദർശിക്കുന്നത്, എല്ലാതും ഭഗവാന്റെ അംശമാണെന്ന് കാണുന്നത്, അങ്ങനെയുള്ള വ്യക്തി ഒന്നിനെയും വെറുക്കുന്നില്ല. അപ്പൊ ഒന്ന് എല്ലാതും ഭഗവാനുമായി ബന്ധപ്പെടുത്തി ദർശിക്കുന്നു, എല്ലാറ്റിലും ഭഗവാനെ ദർശിക്കുന്നു, എല്ലാ ജീവാത്മാക്കളും ഭഗവാന്റെ അംശമാണെന്ന് കരുതുന്നു, ചിന്തിക്കുന്നു. അങ്ങനെയുള്ളവര് ഒന്നിനെയും വെറുക്കുന്നില്ല. 3 പോയിന്റാണ് ഇതിൽ പറഞ്ഞത്. ഒന്ന് എല്ലാതും ഭഗവാനുമായി ബന്ധപ്പെടുത്തി ദർശിക്കുന്നു, എല്ലാറ്റിലും ഭഗവാനെ ദർശിക്കുന്നു, എല്ലാ ജീവാത്മാക്കളും ഭഗവാന്റെ അംശമാണെന്ന് കാണുന്നു. അങ്ങനെയുള്ള വ്യക്തി ഒന്നിനെയും വെറുക്കുന്നില്ല എന്നാണ് 6ാമത്തെ മന്ത്രത്തിൽ പറഞ്ഞത്. മനസ്സിലായോ? ഹരേ കൃഷ്ണ. ഒന്ന് എല്ലാം ഭഗവാനുമായി ബന്ധപ്പെടുത്തി ദർശിക്കുന്നു, എല്ലാറ്റിലും ഭഗവാനെ ദർശിക്കുന്നു, എല്ലാ ജീവാത്മാക്കളും ഭഗവാന്റെ അംശമാണെന്ന് കാണുന്നു. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി ഒന്നിനെയും വെറുക്കുന്നില്ല എന്നുള്ളതാണ് 6ാമത്തെ മന്ത്രത്തില് പറയുന്നത്. മഹാഭാഗവതം. ഇത് മഹാഭാഗവതത്തെ കുറിച്ചുള്ള വിവരണമാണ്. കൃഷ്ണനുമായി ബന്ധപ്പെട്ട് എല്ലാം കാണുന്ന വ്യക്തിത്വം. കൃഷ്ണൻ എല്ലായിടത്തുമുണ്ട്, അവൻ എല്ലാറ്റിനും പിന്നിലുണ്ട്. അപ്പൊ അത് എങ്ങനെ പറയണത്? ഭാഗവതത്തെ കുറിച്ച് പറയുന്നതാണിത്. അതായത് ഭഗവാനുമായി ബന്ധപ്പെടുത്ത് എല്ലാം കാണുന്ന വ്യക്തിത്വം, കൃഷ്ണൻ എല്ലായിടത്തുണ്ട്, അവൻ എല്ലാറ്റിനും പിന്നിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തി, എല്ലാറ്റിലും ഭഗവാനെ കാണാൻ സാധിക്കുന്ന വ്യക്തിക്ക് ഒന്നിനെയും വെറുക്കാൻ സാധിക്കില്ല. അവൻ എന്തുണ്ടാവില്ല? ഉത്കണ്ഠയോ മായയോ ഒന്നും ഉണ്ടാവില്ല. ഒന്നിനെയും വെറുക്കുന്നില്ല, ആരെയും വെറുക്കുന്നില്ല, ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി ദർശിക്കുന്നവൻ. അപ്പൊ അതിന് നമ്മള് 3 അധികാരികളെ കുറിച്ച്, സാക്ഷാത്കാരത്തിന്റെ ആ ഘട്ടത്തിലെത്തിയിട്ട് നമ്മള് 3 തരത്തിലാണ് പറയുന്നത്, അല്ലെ? നമ്മള് ഭക്തന്മാരുടെ തലങ്ങള് ഇവിടെ അത് തന്നെയാണ്. കനിഷ്ഠാധികാരി, മധ്യമാധികാരി, ഉത്തമാധികാരി. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണിത്.
കനിഷ്ഠാധികാരി എന്ന് പറഞ്ഞ എന്താണ്? ഭഗവാന്റെ നാമം, കൃഷ്ണ എന്ന നാമം ഉച്ചരിക്കുന്നവനാണ് ഭഗവാന്റെ കനിഷ്ഠാധികാരി എന്ന് പറയുന്നത്. ആ ഭഗവാനെ എവിടെ മാത്രമേ കാണുന്നുള്ളൂ? ഭഗവാനെ ക്ഷേത്രത്തിൽ മാത്രം ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെന്ന് ചിന്തിക്കുന്നവരാണ് ആര്? കനിഷ്ഠ ഭക്തന്മാര്. കനിഷ്ഠാധികാരികള് ബാഹ്യ ഘടകങ്ങളുമായിട്ട് ആസക്തി ഉണ്ടാകും. അതായത് ഭൗതികമായിട്ടുള്ള വസ്തുക്കളോട് ആസക്തി ഉള്ളവരായിരിക്കും. അവര് ദ്രവ്യം മാത്രം, സ്വത്ത്, സമ്പത്ത് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്, കാണുന്നത്. മൃദുവും വഴക്കവും ഉള്ളതുമായ വിശ്വാസം, മറ്റുള്ളവർ പറഞ്ഞ അതിനനുസരിച്ച് മാറിപ്പോകുന്ന വിശ്വാസമായിരിക്കും ആരുടെ? കനിഷ്ഠ ഭക്തന്മാരുടെ. ശാസ്ത്രത്തിന്റെ നിഗമനങ്ങൾ പരിചിതമല്ല, ശാസ്ത്രത്തിൽ അവർക്ക് വലിയ ജ്ഞാനമൊന്നും ഉണ്ടാകണമെന്നില്ല. ആദ്യത്തെ ദീക്ഷ, അതായത് ഭഗവാന്റെ നാമം ജപിച്ചു തുടങ്ങിയവരാണ്, ഭജിച്ചു തുടങ്ങുന്നവരാണ് കനിഷ്ഠ ഭക്തന്മാരെന്ന് പറയുന്നത്. നമുക്കറിയാം. അടുത്തത് മധ്യമ ഭക്തന്മാര്, രണ്ടാമത്തെ ദീക്ഷ അല്ലെങ്കിൽ അർച്ചന, ഭഗവാനെ ആരാധിക്കുന്നവര്, ഭഗവാന്റെ നാമം ഭജിച്ചുകൊണ്ടിരിക്കുന്നവരാണ് മധ്യമ ഭക്തന്മാര്. എല്ലാവരും വേർതിരിച്ച് കണ്ട് ബഹുമാനിക്കാൻ ആർക്കറിയാം? മധ്യമ ഭക്തന്മാർക്കറിയാം. ഭക്തന്മാരുടെ സൗഹൃദത്തോടെയും നിരപരാധികളോട് കരുണയോടെയും ഈർഷ്യാലുക്കളെ ഒഴിവാക്കുകയും ചെയ്യുന്നവരാണ്. ഭഗവാനോട് എങ്ങനെയായിരിക്കും? പ്രേമഭാവത്തിലായിരിക്കും. പ്രേമഭക്തി ഭാവത്തോടു കൂടി ഭഗവാനെ ആരാധിക്കുന്നവരാണ് ആര്? മധ്യമാധികാരികള്. ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കുക എന്നതായിരിക്കും അവരുടെ ലക്ഷ്യം. ഭഗവാനിലും ശാസ്ത്രങ്ങളിലും ഉറച്ച വിശ്വാസമുള്ളവരാണ്. നിരന്തരം ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ആര്? ഈ മധ്യമാധികാരികൾ എന്ന് പറയുന്നത്. രണ്ടാമത്തത്. മൂന്നാമത്തത് ഉത്തമാധികാരികള് വ്യതിചലിക്കാതെ ഭക്തിയുടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. വിമർശന പ്രവണതയിൽ നിന്ന് മുക്തൻ. മറ്റുള്ളവരെ വിമർശിക്കുന്ന സ്വഭാവം ആർക്കുണ്ടാവില്ല? ഈ ഉത്തമ ഭക്തന്മാർക്ക് ഉണ്ടാവില്ല. എല്ലാ ജീവജാലങ്ങളും പൂർണ്ണമാണ്, അപ്പൊ എല്ലാ ജീവജാലങ്ങളും പരിപൂർണമാണ്, എല്ലാം ഭഗവാന്റെ അംശമാണ് എന്ന് ചിന്തിക്കുന്നവരാണ് ആര്? ഉത്തമ ഭക്തന്മാര്. എല്ലാ ജീവാത്മാക്കളിലും ആരെ മാത്രം കാണുന്നു? ആത്മാവിനെ മാത്രം കാണുന്നവരാണ്. അതായത് ആ എന്താ പറയാ, ശരീരം എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ളതാണ്, സ്ഥിരമായിട്ടുള്ളത് ആത്മാവാണെന്ന് അറിയുന്നവനാണ് ആര്? ഉത്തമ ഭക്തൻ. ഭഗവാനില് അചഞ്ചലമായ വിശ്വാസമുള്ളവരാണ്. ആത്മാരാമന്മാരാണ്, അതായത് ഉത്തമാധികാരികളാണ്. സ്വയം രമിക്കുന്നവരാണ്. അവൻ മറ്റുള്ളവരെ ജപിക്കാൻ പ്രേരിപ്പിക്കുന്നു. എല്ലാവരിലേക്കും ഭഗവാന്റെ നാമം എത്തിക്കുക എന്നുള്ളതാണ് ആരുടെ ലക്ഷ്യം? ഉത്തമാധികാരികളുടെ ലക്ഷ്യം. എല്ലാവരെയും ഉയർത്തും, എല്ലാവരെയും ആ അതീന്ദ്രിയത്തിലേക്ക് അല്ലെങ്കിൽ ആത്മീയത്തിലേക്ക് ഉയർത്താനായിട്ട് ശ്രമിക്കുന്നവരാണ് ഉത്തമാധികാരികള്. ഒരു ഗുരുവിന്റെ യോഗ്യത ഉള്ളവരാണ്, ഗുരു ആകാനായിട്ട് യോഗ്യത ഉള്ളവരാണ് ആര്? ഉത്തമാധികാരി എന്ന് പറയാം നമുക്ക്. അപ്പൊ ഇത് നമുക്കറിയാവുന്നതാണല്ലോ. ഉത്തമാധികാരികളെ അനുകരിക്കുന്നവരെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പൊ ഈ ഉത്തമാധികാരികളെ അംഗീകരിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ അവരായിട്ട് അധികം കൂടാൻ പാടില്ല, അവരെ ഒഴിവാക്കുക, അവരെ അവഗണിക്കുന്നതാണ് നല്ലത്. അവഗണിക്കുക. നിങ്ങൾ അവരോട് പ്രചാരണം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവരോട് അസൂയപ്പെടുന്നുവെന്ന് അവർ ചിന്തിക്കും. നിങ്ങൾ അവരെ അവഗണിക്കുകയാണെങ്കിൽ തങ്ങൾ അത്ര പുരോഗമിച്ചിട്ടില്ലെന്ന് അവർ മനസ്സിലാക്കും. അപ്പൊ നമ്മൾ അവരോട് തിരുത്തി കൊടുക്കാൻ പോയാൽ അവർ വിചാരിക്കും നമുക്ക് അവരോട് അസൂയാണെന്ന്. നേരെ മറിച്ച് നമ്മൾ അവരെ അവഗണിക്കുകയാണെങ്കിൽ അവരെന്ത് വിചാരിക്കും? അത്ര പുരോഗമിച്ചിട്ടില്ല എന്നായിരിക്കും അവര് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഉത്തമാധികാരികൾ അനുകരിക്കുന്ന ഭക്തന്മാരെ നമ്മൾ എന്താണ് നല്ലത്? അവഗണിക്കുക, ഒഴിവാക്കുക, അതാണ് നല്ലതായിട്ട് പറയുന്നത്. അനുപശ്യതി, പിന്തുടരുക, പശ്യതി ദർശിക്കുക, ശാസ്ത്ര ചക്ഷുഷ ചെവികളിലൂടെ കാണുക, ശ്രവിച്ച് നിരീക്ഷിക്കുക, കാഴ്ച വികസിപ്പിക്കുക, അതുള്ളവരെ പിന്തുടർന്ന് അവർക്ക് ഭക്തി ആശയങ്ങളും അറിവുകളും അംഗീകരിക്കുക. ഇവിടെ പറയുന്നതാണ് അനുപശ്യതി എന്ന് വെച്ചിട്ടുണ്ടെങ്കില് പിന്തുടരുക, ദർശിക്കുക. നമ്മൾ ആചാര്യന്മാരുടെ കാലടിപ്പാടുകൾ പിന്തുടരാണ് വേണ്ടത്. ഒരിക്കലും നമ്മൾ അവരെ അനുകരിക്കല്ല വേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അനുകരിക്കുന്നവരെ അവഗണിക്കാനാ പറയുന്നത്. അനുകരിക്കല്ല വേണ്ടത്, പിന്തുടരാണ് വേണ്ടത്. ശാസ്ത്ര ചക്ഷുഷ, ചെവികളിലൂടെ കാണാനും പിന്നെന്താണ് ശ്രവിച്ച് നിരീക്ഷിക്കാനും. ശ്രവിച്ച് നിരീക്ഷിക്കുക. പിന്നെ കാഴ്ച വികസിപ്പിക്കുക, അത് ഉള്ളവരെ പിന്തുടർന്ന് അവരിൽ നിന്ന് ആശയങ്ങളും അറിവുകളും അംഗീകരിക്കുക, അവർക്ക് ലഭിച്ച. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. വസ്തുക്കളെ നഗ്നനേത്രങ്ങളാൽ കാണാൻ ശ്രമിക്കുന്ന രീതിയല്ല വേണ്ടത്, മറിച്ച് ഉയർന്ന ദർശനമുള്ള പൂർവിക ആചാര്യന്മാരെ പിന്തുടരുകയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഉയർന്ന ദർശനമുള്ള പൂർവിക ആചാര്യന്മാരെ പിന്തുടരുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ എങ്ങനെയല്ല ചെയ്യേണ്ടത്? അവരെ അനുകരിക്കുകയല്ല വേണ്ടത്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ ശ്രമിക്കുന്ന രീതിയല്ല വേണ്ടത്. അങ്ങനെയുള്ളവരെ
പിന്തുടരുകയാണ് നമ്മൾ വേണ്ടത് ആചാര്യന്മാര്. ഉന്നത സ്രോതസ്സുകളിൽ നിന്ന് അറിവ് നേടാതെ ഒരാൾക്ക് ശരിയായ ദർശനം സാധ്യമാവുകയില്ല. ഏറ്റവും ഉന്നതമായ പ്രഭവസ്ഥാനം ഭഗവാനാൽ സ്വയം അരുളപ്പെട്ട വൈദിക വിജ്ഞാനം തന്നെയാണ്. ഇതാണ് ശബ്ദ ബ്രഹ്മൻ. വെളിപാട് ആചാര്യന്മാരുടെയും ശാസ്ത്രങ്ങളിലെയും വചനം സമാനമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഉന്നത സ്രോതസ്സുകളിൽ നിന്ന് അറിവ് നേടാതെ ഒരാൾക്ക് ശരിയായ ദർശനം സാധ്യമാവില്ല. അപ്പൊ നമുക്ക് ശരിയായ ഒരു ദർശനം ശരിയായ രീതിയിൽ നമുക്ക് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? ഉന്നത സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക് അറിവ് വേണം. ആ ഉന്നതമായ പ്രഭവസ്ഥാനം ഭഗവാനാൽ സ്വയം അരുള ചെയ്യപ്പെട്ട വൈദിക വിജ്ഞാനം തന്നെ. അപ്പൊ ഉന്നതമായിട്ടുള്ള പ്രഭവസ്ഥാനം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഭഗവാനാൽ അരുളപ്പെട്ട ആ വൈദിക വിജ്ഞാനം. അത് തന്നെയാണ് എന്ത്? ഉന്നതമായിട്ടുള്ള പ്രഭവസ്ഥാനം എന്ന് പറയുന്നത്. അതാണ് എന്ത്? ശബ്ദ ബ്രഹ്മൻ എന്ന് പറയുന്നത്. ആചാര്യന്മാരുടെയും ശാസ്ത്രങ്ങളുടെയും വചനം സമാനമാണത്. അപ്പൊ ഈ വെളിപാട് എങ്ങനെയാണ്? ആചാര്യന്മാരുടെയും ശാസ്ത്രങ്ങളുടെയും വചനം അതിന് സമാനമാണത്. ആചാര്യന്മാരുടെ അപ്പൊ നമുക്ക് ശരിയായ ദർശനം കിട്ടണമെങ്കിൽ, നമുക്ക് ശരിയായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ എവിടെ നിന്ന് അറിയണത്? ഉന്നത സ്രോതസ്സുകളിൽ നിന്ന് തന്നെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. ആ ഉന്നത സ്രോതസ് എന്ന് പറയുന്നത് വൈദിക വിജ്ഞാനം, ഭഗവാനാൽ നേരിട്ട് കിട്ടുന്ന അറിവ് തന്നെയാണ്. അതെങ്ങനെ തന്നെയാണ്? ആ വെളിപാട്. അതാണ് പറയുന്നത് ആചാര്യന്മാരുടെയും ശാസ്ത്രങ്ങളിലെയും വചനം ഇതിന് സമാനം തന്നെയാണ്. ഈ ഭഗവാനാൽ അരുളി ചെയ്യപ്പെട്ട ആ ജ്ഞാനത്തിന് തുല്യം തന്നെയാണ് എന്ത്? ശബ്ദബ്രഹ്മൻ എന്ന് പറയുന്നത്. ഭഗവാനിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന ആ വൈദിക വിജ്ഞാനം. ഇത് വേണ്ട. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എത്രയുള്ളൂ നമ്മുടെ 6ാമത്തെ മന്ത്രത്തിൽ പറയുന്നത്? ഇവിടെ എത്രയുള്ളൂ? എല്ലാതും ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നവൻ, എല്ലാവരും ഭഗവാന്റെ അംശമാണെന്ന് കരുതുന്നവൻ, അതല്ലെങ്കിൽ എല്ലാറ്റിലും ഭഗവാനെ കാണാൻ സാധിക്കുന്നവൻ ഒന്നിനെയും വെറുക്കുന്നില്ല എന്നുള്ളതാണ് ഈ 6ാമത്തെ മന്ത്രത്തിൽ പറയുന്നത്. ഇനി 7ാമത്തെ മന്ത്രത്തിൽ പറയുന്നത് ഇത്തിരിയും കൂടി പറയാണ്. നമുക്കറിയാം ഗുണപരമായിട്ട് എല്ലാം എങ്ങനെയാണ്? ജീവാത്മാക്കൾ ഭഗവാന്റെ അംശമാണ്, തുല്യമാണല്ലേ? ഗുണപരമായിട്ട് എല്ലാതും ഭഗവാന് തുല്യരാണ്. അങ്ങനെയല്ലേ പഠിക്കുന്നത്? ഗുണത്തില് തുല്യവും അളവില് വ്യത്യാസവും. നമ്മൾ ഉദാഹരണം പറയാറുണ്ട് അല്ലെ? സമുദ്രത്തിലെ ജലത്തിനെ വെച്ചിട്ട്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എല്ലാ ജീവാത്മാക്കളും ഗുണപരമായിട്ട് ഭഗവാന് തുല്യനാണ് എന്ന് മനസ്സിലാക്കുന്നവൻ ശരിയായ ജ്ഞാനം നേടിയവനാണ്. അവന് പിന്നെ എന്തുണ്ടാവില്ല? മായയോ ഭയമെന്നോ അനുഭവപ്പെടുണ്ടാവില്ല എന്നുള്ളതാണ് 7ാമത്തെ മന്ത്രത്തിൽ പറയുന്നത്. ഗുണപരമായിട്ട് എല്ലാ ജീവാത്മാക്കളും ഭഗവാന് തുല്യരാണ് എന്ന് പറയുന്നത്. അതാണ് 7ാമത്തെ മന്ത്രം. ശ്രീ രാധാ ഗോവിന്ദ് കി ജയ്, ശ്രീ പ്രഭുപാദ് കി ജയ്. യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂദ്വിജാനതഃ തത്ര കോ മോഹകാശോഘ ഏകത്വം അനുപശ്യത്യ. യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂദ്വിജാനതഃ തത്ര കോ മോഹകാശോഘ ഏകത്വം അനുപശ്യതഃ. ഇവിടെ എന്താ പറഞ്ഞത്? എല്ലാ ജീവജാലങ്ങളെയും ഗുണപരമായി ഈശ്വരന് തുല്യമായി ആത്മീയ സ്ഫുലിംഗങ്ങളായിട്ട് വീക്ഷിക്കുന്നവൻ ശരിയായ ജ്ഞാനമുള്ളവനാണ്. അപ്പോൾ അയാൾക്ക് മായയെന്നോ ഭയമെന്നോ എന്തനുഭവപ്പെടാനാണ്? എല്ലാ ജീവാത്മാക്കളും ഗുണപരമായിട്ട് ഈശ്വരന് ഭഗവാന് തുല്യമായ ആത്മീയ സ്ഫുലിംഗങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്നവൻ ശരിയായ ജ്ഞാനം നേടിയവരാണ്. ആ വ്യക്തിക്ക് പിന്നെ എന്തുണ്ടാവില്ല? മായയെന്നോ ഭയമെന്നോ എന്തനുഭവപ്പെടാനാണെന്നാണ് ഇവിടെ 7ാമത്തെ മന്ത്രത്തിൽ ചോദിക്കുന്നത്. അപ്പൊ എല്ലാ ജീവാത്മാക്കളും ഗുണപരമായിട്ട് എങ്ങനെയാണ്? ഭഗവാന്റെ തുല്യനായിട്ടുള്ള ആത്മീയ സ്ഫുലിംഗങ്ങളാണ്. അത് അങ്ങനെ മനസ്സിലാക്കുന്നവൻ ശരിയായ ജ്ഞാനം നേടിയവരാണ്. അങ്ങനെയുള്ളവർക്ക് മായയെന്നോ ഭയമെന്നോ അനുഭവപ്പെടാനാണ്. അനുഭവപ്പെടാനാണെന്ന് ചോദിക്കുന്നത്? അനുഭവപ്പെടുന്നില്ല. അപ്പൊ എല്ലാ ജീവജാലങ്ങളും ഗുണപരമായിട്ട് ഭഗവാന് തുല്യമായിട്ടുള്ള ആത്മീയ സ്ഫുലിംഗങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്നവൻ ശരിയായ ജ്ഞാനം നേടിയവനാണ്. അപ്പോൾ അയാൾക്ക് മായയെന്നോ ഭയമെന്നോ എന്തനുഭവപ്പെടാനാണ്? അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് മായയും ഭയമൊന്നും അനുഭവപ്പെടുന്നില്ല. അതാണ് 7ാമത്തെ മന്ത്രം. എല്ലാ ജീവാത്മാക്കളും ഗുണപരമായിട്ട് ഭഗവാന് തുല്യമായിട്ടുള്ള
ആത്മീയ സ്ഫുലിംഗങ്ങളായിട്ട് വീക്ഷിക്കുന്നവൻ എന്താണ് ശരിയായ ജ്ഞാനം നേടിയവനാണ്. അയാൾക്ക് മായ എന്നോ ഭയം എന്നോ അനുഭവപ്പെടാനാണ് എന്നാണ് ഇവിടെ 7ാമത്തെ മന്ത്രത്തില് പറയുന്നത്. അപ്പൊ എല്ലാ ജീവാത്മാക്കളും എങ്ങനെയാണ്? ഗുണപരമായിട്ട് ഭഗവാന് തുല്യമാണ്. അത് മനസ്സിലാക്കുന്നവന് മായയും ഭയമൊന്നും അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് 7ാമത്തെ മന്ത്രത്തില് പറയുന്നത്. മുകളിൽ ചർച്ച ചെയ്ത മധ്യമാധികാരിയും ഉത്തമാധികാരിയും ഒഴികെ മറ്റാർക്കും തന്നെ ഒരു ജീവന്റെ ആധ്യാത്മിക അവസ്ഥയെ ദർശിക്കാൻ കഴിയില്ല. നമുക്കറിയാവുന്നതാണ്. എന്താണ് പറഞ്ഞത്? ഭഗവാൻ മധ്യമാധികാരിക്കും ഉത്തമാധികാരിക്കും മാത്രമേ എന്ത് സാധിക്കുള്ളൂ? ഒരു ജീവന്റെ ആധ്യാത്മിക അവസ്ഥ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. കാരണം കനിഷ്ഠാധികാരിക്ക് അറിയില്ല ആരാണ് മധ്യമാധികാരി, ആരാണ് ഉത്തമാധികാരി എന്നൊന്നും മനസ്സിലാക്കാൻ ആർക്കറിയില്ല? കനിഷ്ഠ ഭക്തന്മാർക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് മധ്യമാധികാരിക്കും ഉത്തമാധികാരിക്കും മാത്രമേ അത് അറിയുന്നുള്ളൂ. ഏകത്വം അനുപശ്യത, അതായത് ഗുണങ്ങളിൽ ഏകത്വം. എല്ലാ ഭഗവാനും ജീവാത്മാവും ഗുണങ്ങളിൽ ഒരുപോലെയാണ്. ആധികാരിക വീക്ഷണം നടത്തുന്നവൻ അനുപശ്യത, അതായത് വേദശാസ്ത്രങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് എല്ലാ ജീവരാശികളിലും ഏകത്വം ദർശിക്കണമെന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ വേദങ്ങളിൽ ശാസ്ത്രങ്ങളിൽ പറയുന്നത് എന്താണ്? എല്ലാ ജീവാത്മാക്കളും ഭഗവാനിന്റെ അംശമാണ്. ഗുണത്തിൽ എല്ലാ ജീവാത്മാക്കളും എങ്ങനെയാണ്? ഭഗവാന് തുല്യമാണ്. ആ ഏകത്വം ദർശിക്കണമെന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ എല്ലാ ജീവാത്മാക്കളിലും ആ ഏകത്വം, എല്ലാ ജീവാത്മാക്കളും ഗുണത്തില് ഭഗവാന് തുല്യനാണെന്ന് ദർശിക്കണമെന്ന് സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ ഒരു ജീവൻ എല്ലാ വിധത്തിലും ഭഗവാന് സമാനനാണെന്നല്ല ഏകത്വം എന്ന് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? എല്ലാ ജീവാത്മാക്കളെല്ലാതും ഗുണത്തില് ഭഗവാന് തുല്യനാണെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ അർത്ഥാക്കുന്നത് ആരും ഭഗവാന് തുല്യനാണ്, സമനാണെന്നല്ല അതുകൊണ്ട് അർത്ഥാക്കുന്നത്. ജീവാത്മാക്കള് ഭഗവാന് സമനാണ് അല്ലെങ്കിൽ തുല്യനാണ് എന്നല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മഹാഭാഗവതനായ ഭക്തൻ സകല വസ്തുക്കളെയും ഭഗവാന്റെ ശക്തിവിശേഷങ്ങളായി ദർശിക്കുന്നത് കൊണ്ട് എല്ലാത്തിലും ഏകത്വം ദർശിക്കുന്നു. അപ്പൊ മഹാഭാഗവതനായിട്ടുള്ള ഒരു ഭക്തൻ എല്ലാ വസ്തുക്കളും ഭഗവാന്റെ ശക്തിവിശേഷങ്ങളായിട്ട് ദർശിക്കുക. അപ്പൊ ഒരു മഹാഭാഗവതനായിട്ടുള്ള വ്യക്തൻ ഈ ഭൗതിക പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും, കാരണം സർവ്വചരാചരങ്ങളും ചലിക്കുന്നതും ചലിക്കാത്തതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളും ഭഗവാന്റെ തന്നെ സൃഷ്ടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാറ്റിലും ഭഗവാന്റെ വിശേഷണങ്ങളായിട്ട്, ഭഗവാന്റെ ശക്തി വിശേഷണങ്ങളായിട്ട് ദർശിക്കുന്നത് കൊണ്ട് ആ വ്യക്തിക്ക് എന്ത് സാധിക്കും? എല്ലാറ്റിലും ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കും, ഏകത്വം ദർശിക്കാനായിട്ട് സാധിക്കും. കൃഷ്ണൻ ആത്മീയവും വിഭുവുമാണ്, നാം അണുവാണ്. അപ്പൊ ഭഗവാൻ നമുക്കറിയാം വിഭു ആത്മാവാണ് നമ്മള്, വിഭു ആത്മാവാണ് ഭഗവാൻ, അണു ആത്മാവാണ് നമ്മള്. അതായത് വിഭു അണു എന്ന് പറഞ്ഞാല് ജീവാത്മാക്കൾ വളരെ ചെറുതാണ്, അണു ആത്മാവാണ്. പക്ഷെ ഭഗവാൻ എങ്ങനെയാണ്? വിഭു ആയിട്ടുള്ളതാണ്, മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. ആര്? ഭഗവാൻ. ആത്മീയമായിട്ട് ഭഗവാൻ വിഭുവാണ്, നമ്മള് അണു ആത്മാവാണ്. ജീവഗോസ്വാമി പറയുന്ന അചിന്ത്യ ഭേദ തത്വം അത് രൂപപ്പെടുന്നത്. അതായത് അചിന്ത്യ ഭേദ തത്വം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഭേദമുണ്ട്, അഭേദമുണ്ട്, വ്യത്യാസമുണ്ട്, വ്യത്യാസവുമില്ല. അതാണ് അത് പറയുന്നത്. അത് നമ്മള് പഠിക്കാം, അത് പിന്നീട് പഠിക്കാം. അചിന്ത്യ ഭേദ അഭേദ തത്വം, ഒരേപോലെയുമാണ് എന്നാൽ വ്യത്യസ്തരുമാണ് എന്ന് പറയുന്നതാണ് എന്ത്? അചിന്ത്യ ഭേദ അഭേദ തത്വം എന്ന് പറയുന്നത്. അപ്പൊ ജീവാത്മാക്കള് ഭഗവാന് സമനാണെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്തല്ല? എല്ലാ വിധത്തിലും ഭഗവാന് സമാനാണെന്നല്ല അത് അർത്ഥാക്കുന്നത്. ഭഗവാന്റെ ശക്തിവിശേഷങ്ങളായി ദർശിക്കുന്നത് കൊണ്ട് എല്ലാറ്റിലും ഏകത്വം ദർശിക്കാനായിട്ട് സാധിക്കും എന്നാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. പരമോന്നതനായ പൂർണ്ണത്തിന്റെ അറിയപ്പെടുന്ന 80% ഗുണങ്ങളും വ്യക്തിഗത സ്ഫുലിംഗങ്ങൾക്കുണ്ട്. എന്നാൽ അവ അളവിന്റെ കാര്യത്തിൽ ഭഗവാനോട് തുല്യരല്ല. ജീവാത്മാക്കൾ പരമപുരുഷന്റെ സൂക്ഷ്മ അംശങ്ങളാകയാൽ ഈ ഗുണങ്ങൾ അവയിലും ചെറിയ അളവിൽ കാണുന്നു. അപ്പൊ ഭഗവാന്റെ 80% ഗുണങ്ങളും ആരിലുണ്ട്? ജീവാത്മാക്കളിലുണ്ട്. പക്ഷെ അളവിന്റെ കാര്യത്തില് ജീവാത്മാക്കൾ ആർക്ക് തുല്യരല്ല? ഭഗവാന് തുല്യരല്ല. പക്ഷെ ഗുണത്തിന്റെ കാര്യത്തിൽ 80% ഭഗവാന്റെ ഗുണങ്ങളും ജീവാത്മാക്കൾക്കുണ്ട്. കാരണം എല്ലാവരും ഭഗവാന്റെ അംശമാണ്. പക്ഷെ അളവിന്റെ കാര്യത്തിലൊന്നും ഒട്ടും ഭഗവാനുമായിട്ട് തുല്യരല്ല. ശക്തിയും ശക്തിമാനും വ്യത്യസ്തരല്ലാത്തത് കൊണ്ട് അവിടെ ഏകത്വ ബോധമുണ്ട്. അപ്പൊ ശക്തിമാനും രണ്ടും വ്യത്യസ്തരല്ലാത്തതുകൊണ്ട് എല്ലാം ഭഗവാന്റെ അംശം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ട്? ഏകത്വ ബോധമുണ്ട്. അപഗ്രഥന ദൃഷ്ടിയിലൂടെ ചൂടും പ്രകാശവും അഗ്നിയിൽ നിന്ന് ഭിന്നമാണെങ്കിലും ചൂടും പ്രകാശവും മാറ്റി നിർത്തിയാൽ അഗ്നി എന്ന വാക്കിന് തന്നെ അർത്ഥമില്ലാതാകും. അപ്പൊ നമ്മൾ അപഗ്രഥിച്ച് വരുമ്പോ ചൂടും പ്രകാശവും അഗ്നിക്ക് തുല്യം, അഗ്നിയിൽ നിന്ന് വേർപെടുത്താൻ സാധിക്കില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഭിന്നമാണ്. പക്ഷേ അതേപോലെ തന്നെ ഈ ചൂടും പ്രകാശത്തിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവിടെ അഗ്നിക്ക് വല്ല അർത്ഥം ഉണ്ടാവില്ല. അഗ്നി എന്ന വാക്കിന് അർത്ഥം ഉണ്ടാവില്ല. അഗ്നിയുടെ പല രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ചൂടായിട്ടും പ്രകാശമായിട്ടും. അഗ്നിയുടെ ഊർജ്ജമാണത്, പ്രകാശമായിട്ടുള്ളതും പിന്നെ അതുപോലെ തന്നെ ചൂടായിട്ടുള്ളതും. അഗ്നിയെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തിനു പ്രസക്തി ഇല്ല, ചൂടിനും പ്രകാശത്തിനും സ്ഥാനമില്ല. അപ്പൊ അതിന് തന്നെ അർത്ഥമില്ലാതാവാണ് ചെയ്യുന്നത് അവിടെ. പക്ഷെ സംശ്ലേഷിക്കുമ്പോൾ ചൂടും പ്രകാശവും അഗ്നിയും എല്ലാം ഒന്ന് തന്നെ. സംശ്ലേഷിക്കുമ്പോൾ എങ്ങനെയാണ്, ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. ഏകത്വത്തിനും വ്യത്യാസത്തിനും സാദൃശ്യങ്ങൾ. സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളത്തിലെ ഉപ്പിന്റെ അളവിനെ മുഴുവൻ സമുദ്രത്തിൽ അടങ്ങിയിട്ടുള്ള ഉപ്പുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല. രാസഘടനാപരമായി തുള്ളി ജലത്തിലെ ഉപ്പിന് സമുദ്രത്തിൽ മുഴുവനായ ഉപ്പിന്റെ ഗുണങ്ങളുണ്ട്. തീപ്പൊരി, അതായത് നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞു, ആ സമുദ്രത്തിലെ വെള്ളവും നമ്മൾ മാറ്റുന്ന ഒരു തുള്ളി വെള്ളവും, ഈ രണ്ടിലും ഗുണം എങ്ങനെയാണ്, രണ്ടിലും ഉപ്പ് രസമാണ്. പക്ഷെ രണ്ടിലും അളവ് എങ്ങനെയാണ്, വ്യത്യാസം രണ്ടിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ പറഞ്ഞത്, സമുദ്രത്തിലെ ആ വെള്ളത്തിലെ ഉപ്പിന്റെ അളവ് മുഴുവൻ സമുദ്രത്തിൽ അടങ്ങിയിരിക്കുന്ന ഉപ്പിന്റെ അളവുമായിട്ട് നമുക്ക് ഉപ്പുമായിട്ട് താരതമ്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. രാസഘടനാപരമായിട്ട് തുള്ളി ജലത്തിലെ ഉപ്പിന് സമുദ്രത്തിലെ മുഴുവനായിട്ട് അടങ്ങിയ ഉപ്പിന്റെ ഗുണങ്ങൾ ഏതിലുണ്ടാവും, ആ തുള്ളി ജലത്തിനും ആ ഉപ്പിന്റെ ഗുണങ്ങൾ ഉണ്ടാവും. അപ്പൊ ഗുണത്തില് തുല്യനാണ്. അതുപോലെ തന്നെ തീപ്പൊരി ഗുണപരമായി അഗ്നി തന്നെയാണ്. പക്ഷെ വലിപ്പം നോക്കുമ്പോഴോ തീപ്പൊരി അഗ്നിയല്ല. തീപ്പൊരി എന്ന് വെച്ചാൽ അഗ്നിയുടെ ഗുണങ്ങൾ അതിനുണ്ട്, പക്ഷെ അത് വളരെ ചെറുതുമാണ്. ആ തീയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ആ തീപ്പൊരിക്ക് പിന്നെ അവിടെ എന്ത് കിട്ടില്ല, അതിന്റെ നിലനിൽപ്പ് വരുന്നില്ല. അപ്പൊ തീയിൽ നിൽക്കുമ്പോ ആ തീപ്പൊരിക്ക് എന്തുണ്ട്, ആ തീയുടെ എല്ലാ ഗുണങ്ങളും എന്തിനുണ്ടാവും, ആ തീപ്പൊരിക്ക് ഉണ്ടാവും. അപ്പൊ വലുപ്പം നോക്കുമ്പോ തീയും തീപ്പൊരിയും തമ്മിൽ വ്യത്യാസമാണ്. ആ തീ തന്നെയാണ് എന്ത്, തീപ്പൊരി ആയിട്ടുള്ളത്. കുടുംബമോ രാഷ്ട്രമോ അല്ല അതിലെ അംഗങ്ങൾ വ്യത്യസ്ത വ്യക്തികളാണെങ്കിലും അവർക്ക് ഒരേ താല്പര്യമുണ്ട്. ഇപ്പൊ നമ്മള് ഒരു കുടുംബത്തില് അല്ലെങ്കിൽ രാഷ്ട്രത്തില് അതിലെ അംഗങ്ങൾ വ്യത്യസ്ത വ്യക്തികളാണെങ്കിലും എന്താണ്, അവർക്കെല്ലാവരുടെ താല്പര്യങ്ങൾ ഒന്നായിരിക്കും. ജീവികൾ ഒരേ പരമോന്നത കുടുംബത്തിലെ അംഗങ്ങളായതിനാൽ അവരുടെ താല്പര്യങ്ങളും പരമോന്നത സത്തയുടെ താല്പര്യങ്ങളും വ്യത്യസ്തമല്ല. അപ്പൊ ജീവികള് ഒരേ പരമോന്നത കുടുംബത്തിലെ അംഗങ്ങളായതുകൊണ്ട് തന്നെ അവരുടെ താല്പര്യങ്ങളും ഭഗവാന്റെ താല്പര്യങ്ങളും വ്യത്യസ്തമല്ല. അപ്പൊ ഒരേ കുടുംബത്തിലുള്ളവർ വ്യത്യസ്ത വ്യക്തികളാണെങ്കിലും അവരുടെ താല്പര്യങ്ങൾ ഒന്നായിരിക്കും. അതേപോലെ തന്നെ എല്ലാവരും ആരുടെ അംശമാണ്, ഭഗവാന്റെ അംശമാണ്. അതുകൊണ്ട് തന്നെ ആ ഭഗവാന്റെ താല്പര്യവും ജീവാത്മാക്കളുടെ താല്പര്യങ്ങളും തമ്മിൽ എങ്ങനെ ആയിരിക്കില്ല, വ്യത്യാസം ഉണ്ടായിരിക്കില്ല. ഭഗവാന്റെ താല്പര്യം മാത്രമാണ് എല്ലാവരുടെ താല്പര്യം വരുന്നത്. അപ്പൊ എല്ലാതും ഒരേ താല്പര്യമായിരിക്കും എല്ലാം. കാരണം എന്തുകൊണ്ടാണ്, ഭഗവാന്റെ അംശമായതുകൊണ്ട്. ആനന്ദമയോഭ്യാസാത് എന്ന വേദാന്ത സൂത്രം ഇത് പ്രസ്താവിക്കുന്നു. അതായത് ഭഗവാൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവാത്മാക്കളും എന്താണ് ആഗ്രഹിക്കുന്നത്, പ്രകൃത്യ ശാശ്വത ആനന്ദത്തിനായി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അപ്പൊ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഒന്നാണെന്ന് പറയുന്നത്. അപ്പൊ ഭഗവാൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവാത്മാക്കളും എന്താണ് ആഗ്രഹിക്കുന്നത്, ശാശ്വതമായ ആനന്ദമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതാണ് ആനന്ദമയോഭ്യാസാത് എന്ന് പറയുന്ന വേദാന്ത സൂത്രം. അതിൽ പറയുന്നത് ഭഗവാൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവാത്മാക്കളും എന്താഗ്രഹിക്കുന്നു, ആനന്ദം, ശാശ്വതമായ ആനന്ദം ആഗ്രഹിക്കുന്നവരാണ്. ഭൗതിക ശരീരത്തിൽ കുടുങ്ങിക്കഴിയുന്ന ജീവസത്ത നിരന്തരം ആനന്ദം അന്വേഷിക്കുന്നു. എന്നാൽ അവ തെറ്റായ തലത്തിലാണ് അന്വേഷണം നടത്തുന്നത്. അപ്പൊ ഭൗതിക ശരീരത്തിൽ കുടുങ്ങിക്കഴിയുന്ന ആ ജീവാത്മാവ് നിരന്തരം ആനന്ദം അന്വേഷിക്കുന്നു. പക്ഷെ ആ അന്വേഷിക്കുന്നത് എങ്ങനെയാണ്, തെറ്റായ തലത്തിലാണ് അത് അന്വേഷിക്കുന്നത് മാത്രം. പക്ഷെ ആ ശരീരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവാത്മാവ് ആനന്ദം അന്വേഷിക്കുന്നു. ശരിയായ അന്വേഷണം അല്ല അവിടെ നടക്കുന്നത്, തെറ്റായ രീതിയിലാണ് അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനത് കണ്ടുകിട്ടാനായിട്ട് സാധിക്കാത്തത്. നമ്മൾ എങ്ങനെയാണ് ആസ്വദിക്കുക, നിർഗുണനായിട്ട് ഭൗതിക ഗുണങ്ങളില്ലാത്ത ആ തലത്തിൽ പരമപുരുഷൻ തന്റെ എണ്ണമറ്റ കൂട്ടുകാരുമൊത്ത് ആനന്ദം അനുഭവിക്കുന്നു. അപ്പൊ ഗുണങ്ങളില്ലാത്തത്, അതായത് ഭൗതിക ലോകത്താണ് നമ്മൾ എന്ത് ഭൗതിക ലോകത്തിന് പുറത്ത് ആത്മീയ ലോകങ്ങളിലാണ് എന്തില്ലാത്തത്, 3 ഗുണങ്ങളില്ലാത്തത്. ആ തലത്തില് ഭഗവാൻ തന്റെ എണ്ണമറ്റ കൂട്ടുകാരുമൊത്ത് ആനന്ദം അനുഭവിക്കുന്നു. ആസ്വാദനത്തിന്റെ യഥാർത്ഥ കേന്ദ്രം പരമപുരുഷനായതുകൊണ്ട് തന്നെ ആനന്ദജന്യമായ വസ്തുക്കളെ സംബന്ധിച്ച് ഒരിക്കലും ഏറ്റുമുട്ടലില്ല. കാരണം എല്ലാ ആസ്വാദനത്തിന്റെ പരമമായ ലക്ഷ്യം ആരാണ്, ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ആനന്ദം നൽകുന്ന വസ്തുക്കളെ സംബന്ധിച്ച് ഒരിക്കലും ഏറ്റുമുട്ടലൊന്നും വരുന്നില്ല. നാം എല്ലാം ഒരേ അതീന്ദ്രിയ താല്പര്യത്തോടെ ഇതിൽ പങ്കുചേർന്ന് ഭഗവാനോടൊപ്പം ജീവിതം ആസ്വദിക്കേണ്ടവരാണ്. അപ്പൊ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യേണ്ടതാണ്, ഭഗവാനോടൊപ്പം ആ ജീവിതം ആസ്വദിക്കുക. അതായത് ഭഗവാന് സേവനം ചെയ്ത് ആ ജീവിതത്തെ നമ്മൾ
അർത്ഥവത്താക്കി കൊണ്ടുവരേണ്ടതാണ് നമ്മൾ ഓരോരുത്തരും. അതാണ് ആത്മീയ താല്പര്യത്തിന്റെ ഉന്നത തലം എന്ന് പറയുന്നത്. അതാണ് ഏകാത്മതയുടെ ഈ പരിപൂർണ രൂപം സാക്ഷാത്കരിക്കുന്നതോടെ മായയുടെ വിലാപത്തിന്റെയും അവസ്ഥ ഇല്ലാതാകുന്നു. അപ്പൊ ഏകാത്മതയുടെ ഈ പരിപൂർണ രൂപം അത് സാക്ഷാത്കരിക്കുമ്പോ അവിടെ എന്തിനു സ്ഥാനം വരുന്നില്ല? മായയും വിലാപവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക്. കാരണം ആത്മീയ താല്പര്യത്തിന്റെ ആ ഉന്നത തലത്തിലെത്തി ഏകാത്മതയുടെ ഈ പരിപൂർണ രൂപം സാക്ഷാത്കരിക്കുക, ഭഗവത് സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ എന്ത് വരുന്നില്ല? മായ ഉണ്ടാകുന്നില്ല, വിലാപത്തിനൊന്നും സ്ഥാനം ഇല്ലാതായിരിക്കും അവിടെ. പിന്നെ ഭഗവാനെ നമുക്കറിയാം, യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവും ദേവന്മാരുടെയും സർവ്വലോകങ്ങളുടെയും അധിപനും എല്ലാ ജീവികളുടെയും സുഹൃത്തും അഭ്യുതകാംക്ഷിയുമാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കിയ തികഞ്ഞ കൃഷ്ണാവബോധമുള്ള വ്യക്തി ഭൗതിക ക്ലേശങ്ങൾ ഒഴിഞ്ഞ് ശാന്തി നേടുന്നു. അതാണ് ഇതിൽ പറയുന്നത്. ഈ ഭഗവത്ഗീത 5-ാം അധ്യായം 29 പറയുന്നത്. ഭഗവത്ഗീത 7:14 പറയുന്നു, ഭഗവത് പാദാരവിന്ദങ്ങളിൽ ശരണം പ്രാപിച്ചവർക്ക് മാത്രമേ കർശനമായിട്ടുള്ള പ്രകൃതി നിയമങ്ങളെ അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. സകലവിധ വ്യാമോഹവും ഉത്കണ്ഠകളും മാറ്റി വിഭിന്നമായ താല്പര്യങ്ങൾക്കിടയിലും ഐക്യം ഉണ്ടാകണമെങ്കിൽ പരമപുരുഷനെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാക്കണം. അപ്പൊ നമുക്ക് എന്ത് വേണം? ഭഗവത്ഗീതയിൽ പറയുന്നതാണ്, ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ശരണം പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് സാധിക്കുള്ളൂ? നമുക്ക് പ്രകൃതിയുടെ നിയമങ്ങളെ അതിജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമ്മുടെ വിഭിന്നമായിട്ടുള്ള താല്പര്യങ്ങൾക്കിടയിലും ഐക്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാകണം. നമ്മള് പരമപുരുഷനെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാക്കി മാറ്റണം. ഭഗവാന്റെ താല്പര്യത്തെ സേവിക്കണം. അപ്പൊ മാത്രമേ നമുക്ക് എന്ത് സാധിക്കുള്ളൂ? ആത്മഭൂത താല്പര്യം ഗ്രഹിക്കാനായിട്ട് സാധിക്കുള്ളൂ. നമുക്ക് ഭഗവാന്റെ ആ പരമപദത്തിൽ എത്താനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണ്? ഭഗവാന് വേണ്ടി സേവനം ചെയ്യുക. അപ്പൊ നമുക്ക് ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്താനായിട്ട് അതിനുള്ള വഴിയുണ്ട്, സാധിക്കും. അതാണ് പറയുന്നത് ആത്മഭൂതവും ബ്രഹ്മഭൂതവും. അതായത് ഇവിടെ പരാമർശിച്ചിരിക്കുന്ന ആത്മഭൂതം ഭഗവത്ഗീത 18:54 പറഞ്ഞിരിക്കുന്ന ബ്രഹ്മഭൂതഹിതവും ഒന്ന് തന്നെ. അപ്പൊ ബ്രഹ്മഭൂതം അല്ലെങ്കിൽ ആത്മഭൂതം എന്ന് പറയുന്നത് എന്താണ്? ആ പരമോന്നതനായിട്ടുള്ള ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. ആ പരമോന്നതനായ ആത്മാവ് അഥവാ പരമാത്മാവ് പരമപുരുഷൻ തന്നെയാണ്. അതാര് തന്നെയാണ്? പരമപുരുഷനാണ്. ജീവസത്തുകളെല്ലാം സൂക്ഷ്മാംശങ്ങളായ ആത്മാക്കളാണ്. ജീവാത്മാക്കൾ എന്ന് പറഞ്ഞാല് സൂക്ഷ്മാംശങ്ങളായിട്ടുള്ള ആത്മാക്കളാണ്. അപ്പൊ ലക്ഷ്യം എന്താണ്? ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് അവിടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. വ്യക്തിഗതരായ സൂക്ഷ്മാംശങ്ങളായ ആത്മാക്കളെയെല്ലാം പരിപാലിക്കുന്നത് പരമാത്മാവ് തന്നെയാണ്. കാരണം പരമപുരുഷൻ അവരുടെ പ്രേമത്തിൽ നിന്ന് ആനന്ദം അനുഭവിക്കാൻ താല്പര്യപ്പെടുന്നു. സ്വന്തം സന്തുഷ്ടിക്ക് വേണ്ടി പിതാവ് സന്താനങ്ങളിൽ കൂടി സ്വയം വിസ്തരിച്ച് അവരുടെ സംരക്ഷണം നടത്തുന്നു. പിതാവിനെ അനുസരിക്കുന്നത് ഏകത്വവും ആനന്ദവും നൽകും. അപ്പൊ ഇവിടെ ഭഗവാൻ നമുക്കറിയാം നമ്മുടെ പിതാവാണ്. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യാണ്? സന്താനങ്ങളിൽ കൂടി സ്വയം വിസ്തരിച്ച് സന്താനങ്ങളെ സംരക്ഷണം നടത്തുന്നു. അപ്പോ അങ്ങനെ ചെയ്യുമ്പോ ഭഗവാൻ എന്ത് സാധിക്കാണ്? ഭഗവാൻ ആനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ പിതാവിനെ അനുസരിക്കാത്തത് എങ്ങനെയാണ്? അനുസരിക്കുന്നത് ഏകത്വവും ആനന്ദവും നൽകും. അപ്പൊ ഭഗവാൻ അനുസരിക്കുമ്പോൾ നമുക്ക് അവിടെ എന്ത് സാധിക്കും? കാരണം എല്ലാവരുടെയും ആഗ്രഹങ്ങള് ഒരേപോലെ തന്നെയാണ്. അപ്പൊ ഏകത്വം ഉണ്ടാവും, അതുപോലെ തന്നെ ആനന്ദവും അനുഭവിക്കാനും സാധിക്കും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ ഇതിലെന്താ പറയുന്നത്? ഗുണത്തില് എല്ലാ ജീവാത്മാക്കളും ഭഗവാന് തുല്യമായിട്ടുള്ള ആത്മീയ സ്ഫുലിംഗമാണെന്ന് മനസ്സിലാക്കുന്നവൻ ശരിയായ ജ്ഞാനമുള്ളവനാണ്. ഗുണത്തില് ഭഗവാന് തുല്യരാണ് എല്ലാവരും. അത് മനസ്സിലാക്കുന്നതാണ് ശരിയായ ജ്ഞാനം. അങ്ങനെയുള്ളവർക്ക് എന്തുണ്ടാവില്ല? മായയും ഭയവും ഒന്നും ഉണ്ടാവില്ല. അതാണ് 7ാമത്തെ മന്ത്രത്തില് പറയുന്നത്. അപ്പൊ 6ാമത്തേല് പറഞ്ഞെന്താണ്? എല്ലാതും ഭഗവാനുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കുക, എല്ലാറ്റിലും ഭഗവാനെ കാണാം. അങ്ങനെയുള്ളവർക്ക് എന്തുണ്ടാവില്ല? അത് പറഞ്ഞ അങ്ങനെയുള്ളവർക്ക് ഒന്നിനെയും വെറുക്കുന്നില്ല. അങ്ങനെയുള്ളവര് ഒന്നിനെയും വെറുക്കുന്നില്ല. 7ാമത്തേല് പറഞ്ഞത് ഗുണപരമായിട്ട് എല്ലാവരും ഭഗവാന് തുല്യനാണെന്ന് മനസ്സിലാക്കുന്നവൻ ശരിയായ ജ്ഞാനമുള്ളവനാണ്. അവന് മായ ഉണ്ടാവില്ല, ഭയം ഉണ്ടാവില്ല. അതാണ് 7ാമത്തേല് പറയുന്നത്. കൂടുതലായ ബോറടിച്ചോ? ഒരെണ്ണം കൂടി ഉണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ നോക്കണ്ടേ മാതാജി? ക്വസ്റ്റ്യൻ ആൻസർ നോക്കണല്ലോ. ക്വസ്റ്റ്യൻ ആൻസർ നോക്കണം. ഇത് എടുക്കുകയും വേണം. എന്നിട്ട് വേണം നമുക്ക് ഗീതു മാതാജി ലൈവ് ഇടാൻ പറ്റിയ? മാതാജി പോയിട്ട് എവിടേക്ക് പോയി? വന്നില്ലേ?
മാതാജി ഹരേ കൃഷ്ണ. മാതാജി പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് അങ്ങോട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. ചെയ്യാൻ പിന്നെ പറ്റിയോ? ഓ ചെയ്യാൻ പറ്റിയോ? അത് ചെയ്യാൻ പറ്റിണ്ടായിരുന്നു. പിന്നെ എനിക്ക് ക്ലാസ്സിലേക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ അത് ഡെലിറ്റ് ചെയ്തു മാതാജി. സാറില്ല. അത് വെച്ചാല് യൂട്യൂബിൽ വെച്ച് കയറാൻ നോക്കിണ്ടാവും മാതാജി. അതാ അങ്ങനെ പറ്റി. അതെ, ബാക്ക് എടുത്തിട്ട് സൂമിലേക്ക് തന്നെ വരണം. അങ്ങനെ പറ്റണ്ടാവും കേട്ടോ. ഇനി ഒന്നും കൂടി ചെയ്ത് നോക്കിയാൽ മതി. നമ്മളിലേക്ക് തന്നെ ചെയ്ത് നോക്കാം. ലൈവ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ ചെയ്യണം. ആലോചിച്ചപ്പോ ലൈവ് ഓഫ് ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ തപ്പിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ലൈവ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ ചെയ്യണം. പക്ഷെ എല്ലാവരും നമുക്ക് അടുത്തെടുക്കാം. 8ാമത്തെ എടുക്കാം. അതെ, 8ാമത്തെ. അപ്പൊ നമുക്കിപ്പോ ഇവിടെ എന്താ മനസ്സിലായത്? രണ്ടും ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാ പറഞ്ഞത് അല്ലെ. ഇനി ആ ഭഗവാൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. 7ാമത്തില് നമ്മൾ പറഞ്ഞു ഭഗവാന് ഗുണപരമായിട്ട് എല്ലാവരും ഭഗവാനും തുല്യനാണെന്ന് മനസ്സിലാക്കുന്നവൻ ശരിയായ ജ്ഞാനം നേടിയവനാണ്. അവന് മായയും ഭയം ഉണ്ടാവില്ല. അതിന് മുന്നത്തില് നമ്മൾ പറഞ്ഞു എല്ലാതും ഭഗവാനുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നവന് ഒന്നിനെയും വെറുക്കുന്നില്ല അല്ലെ. അതാണ്. അപ്പൊ ഇനി അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതാണ് 8ാമത്തെ മന്ത്രത്തില് പറയുന്നത്. എല്ലാറ്റിലും ഭഗവാനെ കാണുന്നത് 6ാമത്തെ മന്ത്രത്തിൽ. അതെ, എല്ലാറ്റിലും ഭഗവാൻ. അതെ അതെ. ഇനി 8ാമത്തെ മന്ത്രത്തിൽ പറയുന്നത് ശ്രീ ശ്രീ രാധാ ഗോവിന്ദിക്ക് ജയ്, ശ്രീല പ്രഭുപാദിക്ക് ജയ്. സപ്പേര്യാഗാചുക്രമകായമവർണം അസ്നാവിരം ശുദ്ധമപാപവിദ്ധം കവിർമനീഷി പരിഭൂ സ്വയംഭൂ യഥാ തഥ്യഥോർത്ഥാൻ വിതഥാചാശോദീപ്യ സമാഭ്യാം. സപര്യാഗാചുക്രമകയമവർണം അസ്നാവിരം ശുദ്ധമപാപവിദ്ധം കവിർമനീഷി പരിഭൂ സ്വയംഭൂ യഥാ തഥ്യഥോർത്ഥാൻ വിതഥാചാശോദീപ്യ സമാഭ്യാം. ഇവിടെ പറയുന്നത് ആ ഭഗവാനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഗ്രഹിക്കുന്നത്? ആ ഭഗവാൻ ശരീരമില്ലാത്തവനാണ്. ആ ഭഗവാൻ എങ്ങനെയാണ്? അങ്ങനെയുള്ള ഒരു വ്യക്തി ശരീരമില്ലാത്തവനാണ്, സർവജ്ഞനാണ്, എല്ലാതും അറിയുന്നവനാണ്, ദോഷരഹിതനാണ്, സിരകളില്ലാത്തവനാണ്. സിരകളില്ലാന്ന് വെച്ചാൽ നമ്മുടെ പോലത്തെ ഞരമ്പും ഇതൊന്നും ആർക്കില്ല, ഭഗവാനില്ല. സിരകളില്ലാത്തവനാണ്, പാപരഹിതനാണ്, സ്വയം സമ്പൂർണനാണ്, തത്വജ്ഞാനിയാണ്, അനാദികാലം മുതൽക്ക് തന്നെ എല്ലാവരുടെയും അഭിഷ്ടങ്ങൾ നിറവേറ്റുന്നവനാണ്. അങ്ങനെയുള്ള ഭഗവാൻ സർവശക്തനെ വസ്തുതാപരമായിട്ട് ഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് ഭഗവാനെ ഗ്രഹിക്കുന്നത്. സർവജ്ഞനാണ്, ദോഷരഹിതനാണ്, ശരീരമില്ലാത്തവനാണ്, സിരകളില്ലാത്തവനാണ്, പാപരഹിതനാണ്, സ്വയം സമ്പൂർണനാണ്, തത്വജ്ഞാനിയാണ്, അനാദികാലം മുതൽക്ക് തന്നെ എല്ലാവരുടെയും അഭിഷ്ടങ്ങൾ നിറവേറ്റുന്നവനുമായിട്ടുള്ള സർവശക്തനെ വസ്തുതാപരമായിട്ട് ഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഭഗവാൻ എങ്ങനെയാ മനസ്സിലാക്കണേ? ഭഗവാൻ ശരീരമില്ലാത്തവനും സിരകളില്ലാത്തവനും ദോഷരഹിതനും പാപരഹിതനും സ്വയം സമ്പൂർണനും സർവജ്ഞനും തത്വജ്ഞാനിയും അനാദികാലം മുതൽക്ക് തന്നെ എല്ലാവരുടെയും അഭിഷ്ടങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിനുമായിട്ടുള്ള സർവശക്തനാണ്. അങ്ങനെയാണ് വസ്തുതാപരമായിട്ട് ഭഗവാനെ ഗ്രഹിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഭഗവാൻ എങ്ങനെയാണ്? ശരീരമില്ലാത്തവനാണ്, സിരകളില്ലാത്തവനാണ്, പാപരഹിതനാണ്, ദോഷരഹിതനാണ്, സർവജ്ഞനാണ്, സമ്പൂർണനാണ്, തത്വജ്ഞാനിയാണ്, അനാദികാലം മുതൽക്ക് തന്നെ എല്ലാവരുടെയും അഭിഷ്ടങ്ങൾ നിറവേറ്റുന്നവനുമായിട്ടുള്ള സർവശക്തനായിട്ട് വസ്തുതാപരമായിട്ട് ഭഗവാനെ ഗ്രഹിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് 8ാമത്തെ മന്ത്രത്തില് പറയുന്നത്. ഭഗവാന്റെ ഗുണങ്ങള്. ഭഗവാൻ അരൂപനല്ല. ഭഗവാൻ ഒരിക്കലും എങ്ങനെയല്ല? രൂപമില്ലാത്തതല്ല. ഭഗവാൻ ഒരു രൂപമുണ്ട്, അതീന്ദ്രിയമായിട്ടുള്ള രൂപം ഭഗവാനുണ്ട്. ഭഗവാന്റെ സ്ഥിരകളില്ലാത്തതാണ് ഭഗവാൻ. എങ്ങനെയാണ് അതിന്റെ അർത്ഥം? ഭഗവാന്റെ ശരീരവും ആത്മാവും ഭിന്നമല്ലെന്നാണ്. ഭഗവാന്റെ നമ്മളെ ശരീരം വേറെ, ആത്മാവും വേറെ. പക്ഷെ ഭഗവാന്റെ അങ്ങനെയല്ല എന്നാണ് അവിടെ സ്ഥിരകളില്ല എന്നുകൊണ്ട് അർത്ഥാക്കുന്നത്. അതുപോലെ തന്നെ നമ്മെ പോലെ പ്രകൃതി നിയമത്തിനനുസൃതമായിട്ടുള്ള ഒരു ശരീരമല്ല ഭഗവാന്റെ. നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. പക്ഷെ ഭഗവാന്റെ അങ്ങനെയുള്ള ഒരു ശരീരമല്ല എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. പിന്നെ ഭഗവാൻ പരിപൂർണനാണ്. ഭഗവാന്റെ ആത്മാവ്, ശരീരം, മനസ്സ് ഇതൊന്നും വ്യത്യാസമായിട്ടുള്ളതല്ല. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഭഗവാൻ പരിപൂർണനാണ്.
ഭഗവാൻ സർവജ്ഞനാണ്, എല്ലാം അറിയുന്നവനാണ് ആര്? ഭഗവാൻ. പിന്നെന്താണ്? സർവശക്തനാണ് ഭഗവാൻ. ദ്രവ്യത്തെ ആത്മാവായും ആത്മാവിനെ ദ്രവ്യമായും രൂപാന്തരപ്പെടുത്താൻ ഭഗവാന് സാധിക്കും. അപ്പൊ ഭഗവാൻ ആത്മാവിനെ ശരീരമായിട്ടും ശരീരത്തെ ആത്മാവായിട്ടും മാറ്റാൻ ആർക്ക് സാധിക്കും? ഭഗവാന് സാധിക്കും. നമ്മുടെ ശരീരവും ആത്മാവും വ്യത്യാസമാണ്, പക്ഷെ ഭഗവാന്റെ ശരീരവും ആത്മാവും ഒന്ന് തന്നെയാണ്. ഭഗവാന്റെ രൂപം, ക്ഷേത്രത്തിലെ പ്രതിഷ്ഠിക്കപ്പെട്ട പൂജാ വിഗ്രഹങ്ങൾ ഭഗവാന്റെ യഥാർത്ഥ രൂപത്തിൽ നിന്ന് വ്യത്യസ്തമല്ല. ആചാര്യന്മാരുടെ അപേക്ഷ പ്രകാരം ഭഗവാന്റെ പൂജാ വിഗ്രഹം അവതാരം ചെയ്യുകയും അദ്ദേഹത്തിന്റെ സർവശക്തി വൈഭവത്താൽ ഭഗവാൻ തന്റെ യഥാർത്ഥ രീതിയിൽ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന വികസിത രൂപമാണിത്. അപ്പൊ ഭഗവാന്റെ രൂപം എങ്ങനെയല്ലെന്ന് പറഞ്ഞത്? പ്രതിഷ്ഠിക്കപ്പെട്ട പൂജാ വിഗ്രഹങ്ങൾ ഭഗവാന്റെ യഥാർത്ഥ രൂപത്തിൽ നിന്ന് വ്യത്യസ്തരല്ല. അപ്പൊ ഭഗവാന്റെ രൂപം വിഗ്രഹ രൂപം രണ്ടും എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. ഈ രൂപങ്ങൾ തങ്ങളുടെ അവിശുദ്ധമായ ദൃഷ്ടിയാൽ ഭൗതിക വസ്തുവായി കാണുന്നവർ കനിഷ്ഠ ഭക്തന്മാരാണ്. അപ്പൊ ഈ രൂപം നമ്മൾ എങ്ങനെ കാണുന്നത്? ഭൗതിക വസ്തുവായിട്ട് കാണുകയാണെങ്കിൽ, അമ്പലത്തിലുള്ള ആ വിഗ്രഹ രൂപം ഭൗതിക വസ്തുവായിട്ട് കാണുമെങ്കിൽ നമ്മൾ ആരാണ്? അധികാരികളാണ്, കനിഷ്ഠ ഭക്തന്മാരാണ് അങ്ങനെ കാണുന്നത്. അർച്ചാ വിഗ്രഹ രൂപത്തെ ഭഗവാൻ തന്നെയായി വിലമതിക്കുവാൻ നാം വളരെയധികം ശ്രദ്ധാലുവായിരിക്കണം. അപ്പൊ ഈ അർച്ചാ വിഗ്രഹം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ബ്രഹ്മസംഹിതയിൽ 5:1 ഭഗവാൻ സച്ചിദാനന്ദ വിഗ്രഹനാണെന്ന് വിവരിക്കുന്നു. അവിടത്തെ ശാശ്വത രൂപം അനശ്വരത, പൂർണ്ണജ്ഞാനം, പൂർണ്ണാനന്ദം എന്നിവയെ പൂർണ്ണമായും പ്രതിനിധീകരിക്കുന്നു. ഇപ്പൊ ബ്രഹ്മസംഹിതയിൽ പറയുന്നില്ല, ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം എന്നാ പറയുന്നത്. അപ്പൊ ഭഗവാന്റെ രൂപം സച്ചിദാനന്ദനായിട്ടുള്ളത്, സച്ചിദാനന്ദം എന്ന് വെച്ചാൽ നമുക്കറിയാം ശാശ്വതമായിട്ടുള്ളത്, പരിപൂർണമായ ജ്ഞാനം, പരിപൂർണമായ ആനന്ദം. ഇതിനെ പ്രതിനിധീകരിക്കുന്നതാണ് എന്ത്? ഭഗവാന്റെ സച്ചിദാനന്ദ രൂപം. ബ്രഹ്മസംഹിത 5:32 പറയുന്നു, ഭഗവാൻ തന്റെ ഏത് ശരീരഭാഗം കൊണ്ടും അദ്ദേഹത്തിന് ഏത് കാര്യം വേണമെങ്കിലും ചെയ്യാൻ കഴിയും. നമുക്കറിയാം, ഭഗവത്ഗീതയിൽ പഠിച്ചതാണ്, ഭഗവാന്റെ ഓരോ ഭാഗത്തും ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ കണ്ണുകൊണ്ട് കാണാൻ മാത്രമല്ല ഭക്ഷണം കഴിക്കാനും ഭഗവാന് സാധിക്കും. അപ്പൊ ഭഗവാന് ഏത് ഇന്ദ്രിയം കൊണ്ടും ഏത് ഭാഗം കൊണ്ടും എല്ലാ പ്രവർത്തികളും ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ബ്രഹ്മസംഹിതയില് പറയുന്നുണ്ട്. ഇനി അതിനെ പറയാണ് ശ്ലോകത്തിലെ ശുദ്ധം. ശുദ്ധം എന്ന് വെച്ചാല് ഭഗവാൻ എപ്പോഴും പരിശുദ്ധനാണെന്നുള്ളതിനാണ് ഇവിടെ ശുദ്ധം, അപാപവിത്തം എന്ന പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഭഗവാൻ എപ്പോഴും ശുദ്ധനാണ്. അവിടത്തെ എല്ലായ്പ്പോഴും സൂര്യനോടാണ് ഉപമിക്കുന്നത്. അതായത് സൂര്യൻ എന്താ ചെയ്യണത്? ഇപ്പൊ റോട്ടിൽ നിറച്ച് ചെളി, വെള്ളം കുത്തി ചെളിയായിട്ട് കിടക്കാണ്. പക്ഷെ സൂര്യപ്രകാശം തട്ടുമ്പോ എന്താണ്? അത് വലിച്ചെടുത്തിട്ട് അതിന്റെ ഈർപ്പം വലിച്ചെടുക്കുന്നു. പക്ഷെ ഒരിക്കലും ആ സൂര്യപ്രകാശം അത് വലിച്ചെടുക്കണമെങ്കിൽ സൂര്യൻ ഒരിക്കലും എന്ത് സംഭവിക്കുന്നില്ല? പരിശുദ്ധി നഷ്ടപ്പെടുന്നില്ല. സൂര്യൻ ഒരിക്കലും ദൂഷണം സംഭവിക്കുന്നില്ല അവിടെ. അപ്പൊ അതേപോലെ തന്നെ ഭഗവാൻ എന്തിനോടാണ് ഉപമിക്കുന്നത്? സൂര്യനോടാണ് ഉപമിക്കുന്നത്. കാരണം ഭഗവാൻ എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഭഗവാൻ എല്ലാവരുടെയും അഭ്യുതകാംക്ഷിയാണ്. എല്ലാവരിലും ഭഗവാൻ ഉണ്ട്. പക്ഷെ ഭഗവാൻ ഒരിക്കലും എന്ത് സംഭവിക്കുന്നില്ല? ആ മാലിന്യം അല്ലെങ്കിൽ നിന്ദ്യത്വം സംഭവിക്കുന്നില്ല. ഇവിടെ സൂര്യൻ ഭൂമിയിലെ അസ്പർശ്യമായ സ്ഥലത്ത് പോലും നിന്ന് ഈർപ്പം വലിച്ചെടുക്കുന്നു, എന്നിട്ടും പരിശുദ്ധി നിലനിർത്തുകയും ചെയ്യുന്നു. വസ്തുനിഷ്ഠമായി പറഞ്ഞാൽ തന്റെ അണുനാശക ശക്തിയാൽ സൂര്യൻ നിന്ദ്യമായ വസ്തുക്കളെ പരിശുദ്ധമാക്കുന്നു. അപ്പൊ നിത്യമായ വസ്തുക്കളെ പരിശുദ്ധമാക്കാൻ ആര് ചെയ്യും? സൂര്യൻ ചെയ്യും. അതേപോലെ തന്നെയാണ് ഭഗവാനും. നമ്മളെ പോലുള്ള നിന്ദ്യരായിട്ടുള്ള ഭക്തന്മാരെ ഭഗവാൻ ഭക്തിയിലേക്ക് കൊണ്ടുവരാണ് ചെയ്യുന്നത്. ഭഗവാന്റെ നാമം ജപിക്കുന്നത് കൊണ്ട് എല്ലാവരെയും ഭക്തിയിലേക്ക് വരാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഒരിക്കലും എന്ത് സംഭവിക്കുന്നില്ല? അവിടെ ഭഗവാന്റെ പരിശുദ്ധി നഷ്ടപ്പെടുന്നില്ല. അപാപവിത്തം, പാപമായി കരുതുന്ന പ്രവർത്തനങ്ങളിൽ അവിടെ ഏർപ്പെടുന്നതായി തോന്നാമെങ്കിലും അവയൊക്കെ നല്ലവയാണെന്ന് കാണാം. കാരണം പാപത്തിന് അവിടത്തെ സ്പർശിക്കാൻ കഴിയുകയില്ലെന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പൊ നമുക്ക് തോന്നാം പാപമായി കരുതുന്ന പ്രവർത്തനങ്ങളിൽ ഭഗവാൻ ഏർപ്പെടുന്നു, പക്ഷെ ഒരിക്കലും പാപത്തിന് ഭഗവാനെ സ്പർശിക്കാനായിട്ട് സാധിക്കില്ല. ഭഗവാൻ അപാപവിത്തം കൂടിയാണ്. അതായത് പാപത്തിന് ഭഗവാനെ തൊടാൻ കഴിയില്ല. അപാപവിത്തം എന്ന് പറഞ്ഞാല് പാപത്തിന് ഭഗവാനെ തൊടാൻ കഴിയില്ല. അപവിത്രമായ വസ്തുക്കളെ പോലും ഭഗവാന്റെ സ്പർശന മാത്രയിൽ പവിത്രമായി തീരുന്നു. അപ്പൊ പവിത്രമല്ലാത്ത വസ്തുക്കൾ, അപവിത്രമായ വസ്തുക്കൾ പോലും ഭഗവാന്റെ സ്പർശന മാത്രയില് പവിത്രമായിട്ട് തീരും. മനീഷി പരിഭു,
കൃഷ്ണൻ സ്വയം സമ്പൂർണനാണ്, തത്വജ്ഞാനിയാണ്, പക്ഷെ ആർക്കും അവനെ അറിയില്ല. അപ്പൊ ഭഗവാൻ സ്വയം സമ്പൂർണനാണ്, തത്വജ്ഞാനിയാണ്, പക്ഷെ ഭഗവാനെ ആർക്കും അറിയാനായിട്ട് സാധിക്കില്ല. ഇവിടെ ഈശ്വരൻ മനോഹതൻ എന്ന അർത്ഥത്തിൽ പരിഭു എന്നും വർണ്ണിക്കപ്പെടുന്നു. അപ്പൊ ഭഗവാൻ ഇവിടെ എന്ത് പറയും? മനോഹതൻ. മനോഹതൻ എന്ന അർത്ഥത്തില് പരിഭു എന്നും കൂടി ആരെ പറയുന്നുണ്ട്? ഭഗവാനെ പറയുന്നുണ്ട്. അത്യുന്നതനാണ് ഭഗവാൻ. ഏറ്റവും ടോപ്പിലാണ് ആരുള്ളത്? ഭഗവാൻ ഉള്ളത് എന്ന അർത്ഥത്തിലാണ് ഇവിടെ പരിഭു എന്ന് പറയുന്നത്. മറ്റു ജീവസത്തകൾ പ്രഭുവിൽ നിന്ന് വസ്തുക്കൾ കാക്ഷിക്കുന്ന യാചകരായി വർണ്ണിക്കപ്പെടുന്നു. അവർ അഭിലഷിക്കുന്ന വസ്തുക്കൾ അദ്ദേഹം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ മറ്റുള്ള ജീവാത്മാക്കൾ എങ്ങനെയാണ്? ഭഗവാനിൽ നിന്ന് വസ്തുക്കൾ ആഗ്രഹിക്കുകയാണ്, അഭിലഷിക്കുന്ന വസ്തുക്കൾ അദ്ദേഹം പ്രദാനം ചെയ്യുന്നു. ഭഗവാനിൽ നിന്ന് വസ്തുക്കൾ കാക്ഷിക്കുന്ന യാചകന്മാരായിട്ടാണ് മറ്റുള്ള ജീവാത്മാക്കളെ വർണ്ണിക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്യാണ്? അവര് ആഗ്രഹിക്കുന്നത് പ്രദാനം ചെയ്യുകയും ചെയ്യും. വൈഭവത്തിൽ ജീവസത്തയ്ക്ക് ഭഗവാനുമായി സമത്വവും സർവശക്തിത്വവും ഉണ്ടായിരുന്നുവെങ്കിൽ മുക്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി പോലും പ്രഭുവിനോട് യാചിക്കുന്ന പ്രശ്നം ഉദിക്കുമായിരുന്നു. അപ്പൊ ഭഗവാനും ജീവാത്മാക്കളും വൈഭവത്തില് തുല്യരാണെങ്കിൽ പിന്നെ അവിടെ എന്ത് വരില്ലായിരുന്നു? ഭഗവാനിൽ നിന്ന് മോക്ഷം ആഗ്രഹിക്കേണ്ട അല്ലെങ്കിൽ മോക്ഷം യാചിക്കേണ്ട ആവശ്യം ആർക്ക് വരുന്നില്ല? ഈ ജീവാത്മാക്കൾക്ക് വരുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഭഗവാനും ജീവാത്മാക്കളും എങ്ങനെയല്ല? ഒരേപോലെയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ മുക്തി ഭഗവാനോട് യാചിക്കേണ്ട ആവശ്യം ജീവാത്മാക്കൾക്ക് വരുന്നില്ല. യഥാ തഥ്യഥ, അനാദികാലം മുതൽക്ക് തന്നെ അദ്ദേഹം ജീവസത്തയ്ക്ക് വേണ്ടതൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അനാദികാലം മുതൽ പണ്ടേ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ജീവാത്മാക്കൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ആര് നൽകുന്നു? ഭഗവാൻ നൽകുന്നു. ഇതിന്റെ അർത്ഥം യഥാതഥമായ എന്നാണ്. ജീവസത്തയുടെ ആഗ്രഹത്തിനനുസരിച്ചാണ് ഭഗവാൻ പ്രതിഫലം നൽകുന്നത്. അപ്പൊ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ആ തോത് അനുസരിച്ചാണ് ഭഗവാൻ നമ്മുടെ അഭിഷ്ടങ്ങൾ നിറവേറ്റി തരുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതിനനുസരിച്ച്, നമുക്ക് അർഹതയ്ക്കനുസരിച്ച്, നമ്മുടെ അർഹതയുടെ തോത് അനുസരിച്ച് നമ്മുടെ അഭിലാഷങ്ങൾ ഭഗവാൻ നടത്തി തരുന്നു. അപ്പൊ അഭിലാഷങ്ങൾ നടത്തി തരും, പക്ഷെ അവിടെ എന്ത് കൂടിയുണ്ട്? ആ തോത്, അളവ് അനുസരിച്ചാണ് ചെയ്തു തരുന്നത്. നമ്മൾ എന്തെങ്കിലും യോഗ്യതയുള്ളവരായിരിക്കാം, പക്ഷെ നമുക്ക് കരുണ ലഭിച്ചില്ലെങ്കിൽ നമുക്ക് വിജയിച്ചേക്കില്ല. അതായത് കോടതി ജഡ്ജിയാകാൻ യോഗ്യതയുള്ള നിരവധി അഭിഭാഷകരുണ്ട്, എന്നാൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ ജഡ്ജി ആകാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഒരാൾ ഹൈക്കോടതി ജഡ്ജിയാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ ആ പദവിയിൽ ഇരിക്കാൻ ആവശ്യമായ യോഗ്യതകൾ അപര്യാപ്തമാണ്. അത് ഏതെങ്കിലും ഉന്നത അധികാരി നൽകണം. അപ്പൊ നമുക്ക് അതിനുള്ള യോഗ്യത ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ ഇരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതേപോലെ തന്നെയാണ് ഭഗവാൻ ജീവാത്മാക്കൾക്ക് അവരവരുടെ യോഗ്യതകളുടെ തോതനുസരിച്ചാണ് എന്ത് നൽകുന്നത്? സന്തുഷ്ടി പ്രദാനം ചെയ്യുന്നത്. പുരസ്കാരം ലഭിക്കാൻ യോഗ്യത മാത്രം പോരാ, ഭഗവാന്റെ കാരുണ്യം വേണം. ഭഗവാന്റെ കാരുണ്യം വേണം, യോഗ്യതയും വേണം. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും തോതനുസരിച്ചാണ് ഭഗവാൻ നമുക്ക് എന്ത് നൽകുന്നത്? നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി തരുന്നത്. നമ്മുടെ സ്വരൂപാവസ്ഥയെ കുറിച്ച്, അതായത് ഒരു സേവകൻ എന്ന നിലയിൽ നമ്മുടെ അറിയാത്തിടത്തോളം ഭഗവാനോട് എന്താണ് ചോദിക്കേണ്ടതെന്നും ഏത് പദവിയാണ് നേടേണ്ടതെന്നും ആർക്കറിയില്ല. നമുക്ക് നമ്മുടെ ആ സ്വരൂപാവസ്ഥ, നമ്മൾ ഏത് ഭാവത്തിലാണോ ഭഗവാനെ സേവിച്ചുകൊണ്ടിരുന്നത്, അത് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് സാധിക്കുള്ളൂ? എന്താണ് ഭഗവാനോട് ചോദിക്കേണ്ടതും ഏത് പദവിയാണ് നമ്മൾ നേടേണ്ടതെന്നും നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അല്ലാതെ നമുക്ക് അതൊന്നും അറിയാനായിട്ട് സാധിക്കില്ല. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധോഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ ഭക്തവൃന്ദി കി ജയ്, ശ്രീല പ്രഭുപാദ് കി ജയ്, ഗുരുദേവ് കി ജയ്, നിത്തായ് ഗൗരപ്രമാനന്ദേ. ഹരി ഹരി ബോൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. അപ്പൊ നമ്മുടെ ഇത്രയാണ് നമ്മള് 8 വരെയുള്ള മന്ത്രം. അപ്പൊ ഈ 8ാമത്തെ മന്ത്രത്തിൽ പറയുന്നത് ഇത് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പഠിച്ചോളൂ കേട്ടോ. അപ്പൊ ചിലപ്പോ ഓർമ്മ നിൽക്കും. അപ്പൊ എങ്ങനെയാണ് പറഞ്ഞത്? ഈ മന്ത്രത്തില് ഭഗവാനെ എങ്ങനെ ഗ്രഹിക്കുന്നത്, മനസ്സിലാക്കുന്നത്? ശരീരമില്ലാത്തവനാണ്, സ്ഥിരകളില്ലാത്തവനാണ്. അത് നമുക്ക് ഓർക്കാൻ പറ്റാം ചിലപ്പോ, എനിക്കറിയില്ല. അങ്ങനെ പറ്റുകയാണെങ്കിൽ അങ്ങനെ പഠിച്ചോ. ശരീരവും സ്ഥിരാന്ന് വെച്ചെന്താണ്? ഞരമ്പുകളൊക്കെ ശരീരത്തില്. ശരീരമില്ലാത്തവനും സ്ഥിരകളില്ലാത്തവനും പാപരഹിതനും ദോഷരഹിതനും ഒരേപോലെ വരുമ്പോ നമുക്ക് ഓർക്കാൻ സാധിക്കും. പിന്നെ സമ്പൂർണനും സർവജ്ഞനും സർവജ്ഞനും പിന്നെ തത്വജ്ഞാനിയും അനാദികാലം മുതലേ എല്ലാവരുടെ അഭീഷ്ടങ്ങൾ നിറവേറ്റുന്നവനുമായിട്ടുള്ള ഭഗവാനെ വസ്തുതാപരമായിട്ട് ഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് 8ാമത്തെ മന്ത്രത്തില് പറയുന്നത്. അപ്പൊ 8 മന്ത്രം വരെയാണ് നമുക്ക് പരീക്ഷ ഫസ്റ്റത്തെ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നാളെ മറ്റന്നാളും നമുക്ക് എടുക്കാം പഠിക്കാനായിട്ട് കേട്ടോ. സമാധാനത്തിൽ പഠിച്ചോളാം.
അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഇതിലെ മൂന്നാമത്തെ മാതാജിയുടെ അനുഗ്രഹവും വേണം. ഇല്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല. ഇന്നലത്തെ ക്വസ്റ്റ്യനിൽ കുറെ അറിയില്ല മാതാജി. നോക്കാം നമുക്ക്. ശ്രീമദ് ഭഗവത്ഗീതയിലെയും ഈശോപനിഷത്തിലെയും തത്വങ്ങൾ പ്രകാരം എല്ലാത്തരം അപൂർണതയ്ക്കും കാരണമായി ശ്രീല പ്രഭുപാദർ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? പറഞ്ഞോളൂ മാതാജി. അംബിക മാതാജി. എനിക്ക് അറിയില്ല മാതാജി. അറിയില്ല. പൂർണ്ണതയെ കുറിച്ചുള്ള അജ്ഞത. കുറിച്ചുള്ള അജ്ഞതയാണോ? അതെ, പൂർണ്ണതയെ കുറിച്ചുള്ള അജ്ഞത. ഭഗവാനെ കുറിച്ച് ഇല്ലായ്മയാണ് എല്ലാത്തിനും കാരണം കേട്ടോ. പൂർണ്ണതയെ കുറിച്ചുള്ള അജ്ഞത. കൃഷ്ണനുമായുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കുന്നതിലൂടെ ജീവാത്മാക്കൾക്ക് പൂർണ്ണത വീണ്ടെടുക്കാം എന്ന് വിവരിക്കുന്ന മന്ത്രം ഏതാണ്? ഇന്ന് പഠിച്ചതല്ലേ? 7ാമത്തെ അല്ലേ? അല്ലല്ല, മന്ത്രം അഞ്ചാമത്തെ മന്ത്രമല്ലേ മാതാജി? 5 അല്ലേ? 5 അല്ലേ മാതാജി? 3 ആണോ മാതാജി? അല്ല അല്ലെ, 3 സമ്പൂർണ്ണ 5 അല്ലേ? 5 ഇത് എത്രാമത്തെ പറയുന്നത്? 5ാമത്തെ അല്ലേ മാതാജി? 5ാമത്തെ അല്ലേ? 5ന്റെയോ? ഇല്ലല്ലോ, 5 വൈരുദ്ധ്യമല്ലേ ഭഗവാന്റെ? ചലിക്കുന്നു ചലിക്കാതിരിക്കുന്നു. നേടാൻ ശ്രമിക്കാത്തവൻ അന്ധകാരത്തിലാണെന്ന് പറയുന്നത് 3 അല്ലേ? ഞാന് 3 അടിച്ചിരിക്കുന്നു. ഇന്നെടുത്തതാ. ഇന്നത്തെ 2 അതിനകത്തില്ല. അതനുസരിച്ച 3. അപ്പൊ 3-ലെ പൂർണ്ണത നേടാൻ ശ്രമിക്കാത്തവൻ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ എത്തിച്ചേരും എന്ന് പറയുന്നതാണ് 3. അപ്പൊ 3 അല്ലേ? 2 ശരിക്കും. കൃഷ്ണൻ സമ്പൂർണ്ണനാണെന്ന് പറയുന്നത്. നീക്കി വെച്ച വിഹിതം മാത്രം അനന്തമായ പരിപൂർണത നേടുന്നതിനാണ്. അതില് 3-ലാണ് കാണുന്നത്. പക്ഷെ എന്ന് പറയുമ്പോ വൈരുദ്ധ്യല്ലേ? ഭഗവാൻ ചലിക്കുന്നു ചലിക്കാതിരിക്കുന്നു, സകലതും അകത്തും പുറത്തും സ്ഥിതി. ഒരു സെക്കൻഡ്, ഞാനൊന്ന് നിർത്തോട്ടെ. ഏതാണ് ക്വസ്റ്റ്യൻ? ശ്രീമദ് ഭഗവത്ഗീതയിലും ഈശോപനിഷത്തിലും ഇതാണോ ചോദ്യം? അല്ല, കൃഷ്ണനുമായുള്ള ബന്ധത്തിൽ കൃഷ്ണനുമായുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കുന്നതിലൂടെ ജീവാത്മാക്കൾക്ക് പൂർണ്ണത വീണ്ടെടുക്കാം എന്ന് പറയുന്നത് കൃഷ്ണനുമായുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കുന്നതിലൂടെ ജീവാത്മാക്കൾക്ക് പൂർണ്ണത വീണ്ടെടുക്കാം എന്ന് പറയുന്ന മന്ത്രം ഏതാണ്? ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ. അതിലല്ലേ പൂർണ്ണതയെ കുറിച്ച് പറയുന്നത്? ഒന്നാമത്തെ മന്ത്രം. ആൻസറിലില്ല ധ്യാനമന്ത്രം. ആൻസറിന്റെ ഒന്നാമത്തെ മന്ത്രാണ്. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും ഭഗവാന്റെ ഉടമസ്ഥതയിലും ഈശ്വരനാൽ നിയന്ത്രിക്കുന്നതുമാണ്. അതുകൊണ്ട് തനിക്ക് നീക്കിവെക്കപ്പെട്ടവ മാത്രം സ്വീകരിക്കാൻ മറ്റുള്ളവരുടെ ആശിക്കാൻ പാടില്ല. മന്ത്രം ഒന്നാണല്ലേ? നമ്മൾ ആലോചിച്ചത് പോലെ. അതുകൊണ്ട് ഇവിടെ പറയുന്നുണ്ട്, ഈശ്വരൻ പരിപൂർണനായതുകൊണ്ട് തന്നെ അന്യൂനനാകയാൽ അവിടത്തെ നിയന്ത്രണത്തിന് കീഴിലുള്ള ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വശപ്പെടാനുള്ള സാധ്യതയില്ല. എല്ലാതും എങ്ങനെയാണ്? പൂർണ്ണത്തിൽ തന്നെ ആയിരിക്കുമെന്ന്. സമയം കിട്ടില്ല മാതാപിതാക്കളെ ആലോചിക്കാൻ സാധില്ല. അപ്പൊ ഭഗവാനുമായിട്ടുള്ള ബന്ധത്തിലെ ആ പ്രവർത്തനത്തിലൂടെ പൂർണ്ണത കൈവരിക്കുന്നതിനെ കുറിച്ച് പറയുന്ന മന്ത്രമാണിത്. ഒന്നാമത്തെ മന്ത്രം.
അടുത്ത ചോദ്യം ഏതാണ്? രണ്ടനുസരിച്ച് ഒരാൾ കർമ്മം കർമ്മങ്ങളിൽ നിന്ന് മുക്തനാകാനുള്ള മാർഗം ഈശാവാസ്യ സങ്കല്പത്തിൽ പ്രവർത്തിക്കുക. ഈശാവാസ്യ സങ്കല്പത്തിൽ പ്രവർത്തിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഭഗവാന്റെ ഉടമസ്ഥാവകാശം ചെറിയുന്നതിൽ പരാജയപ്പെടുന്നവർ ഏത് തരം രീതിയിലാണ് പ്രവർത്തിക്കുന്നത്? കർമ്മികൾ കേട്ടോ. വികർമ്മം. മന്ത്രം 4 പ്രകാരം ഭഗവാനെ കുറിച്ച് പറയുന്ന വിരുദ്ധമായ കാര്യങ്ങൾ ഒന്ന് ഏതാണ്? അവിടുന്ന് ഒരിടത്ത് സ്ഥിതി സ്ഥിതി ചെയ്യുന്നു എന്നാൽ ഒരിടത്ത് സ്ഥിതി എല്ലായിടത്തും ചെയ്യുന്നുണ്ട്, വ്യാപിക്കുന്നു. പക്ഷെ എല്ലായിടത്തും ഭഗവാൻ വ്യാപിക്കുന്നുണ്ട്. അതാണ് പറയുന്നത്. അതെല്ലാം മനസ്സിലായി. ഭഗവാന്റെ ശക്തികൾ ആരിൽ നിന്നാണ്? അതായത് ചലിക്കാതെ തന്നെ ഒരിടത്ത് നിൽക്കുമ്പോഴും ഭഗവാൻ സർവ്വവ്യാപിയാണ്. അത് ഭഗവാന്റെ ഒരു നമുക്ക് അചിന്യമായ ഒരു ഗുണമാണല്ലേ. നമുക്ക് ചലിക്കാതെ നമുക്ക് ഒരു നമ്മൾ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഭഗവാൻ ഇവിടെ തന്നെ നിൽക്കുമ്പോൾ തന്നെ ഭഗവാൻ എന്താണ്? സർവ്വവ്യാപിയാണ്. സർവ്വവ്യാപിയാണ്. ആരാണ്? പരീക്ഷത്തിന്റെ അമ്മയുടെ പേരെന്താ? ഉത്തര അല്ലെ. ഭഗവാൻ കുന്തി ദേവിയുടെ പാണ്ഡവരുടെ മുന്നിൽ നിൽക്കുമ്പോ പെട്ടെന്ന് തന്നെ ഭഗവാൻ ഉത്തരയുടെ ഗർഭത്തിലേക്ക് കടന്നു. ഭഗവാൻ അവര് കാണുന്നുണ്ട് ഭഗവാന്. പക്ഷെ ഒപ്പം തന്നെ ഭഗവാൻ എവിടെയുണ്ട്? ഉത്തരയുടെ ഗർഭത്തിലുണ്ട്. നമുക്ക് സാധിക്കുമോ? അല്ലെ. ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ അവിടെ. പക്ഷെ ഭഗവാൻ, അതാണ് നമ്മൾ അചിന്ത്യം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ഭഗവാൻ തന്റെ ശക്തികൾ ആരിൽ നിന്നാണ് മറച്ചു പിടിക്കുന്നത്? ആരിൽ നിന്നാണ്? ഇഷ്ടപ്പെടാത്തവരിൽ. ആസ്തിക സ്വഭാവികളായിട്ടുള്ളവരിൽ നിന്ന്. ഭഗവാൻ ഇഷ്ടപ്പെടാത്തവരിൽ നിന്ന് മറച്ചു പിടിക്കുന്നു. അടുത്തത്. ഭഗവാനെ ഉയർത്താൻ കഴിയാത്തത്ര ഭാരമുള്ള ഒരു കല്ല് സൃഷ്ടിക്കാൻ ഭഗവാന് കഴിയുമോ എന്ന ചോദ്യത്തിന് പ്രഭുപാദർ നൽകിയ മറുപടി എന്തായിരുന്നു? എന്താണ് മറുപടി? അത് ബ്രഹ്മാവിലൂടെ ഉയർത്തുന്നു. ബ്രഹ്മാവിലൂടെ സൃഷ്ടിച്ചു, വരാഹത്തിലൂടെ ഉയർത്തി കാണിച്ചു കൊടുത്തു അല്ലെ. ഭഗവാൻ കർമ്മസാക്ഷിയായി നിലകൊള്ളുന്നത് കൊണ്ട് അവിടുന്ന് നമ്മുടെ കർമ്മങ്ങൾ നിരീക്ഷിക്കുകയും ഫലം നൽകുകയും ചെയ്യും. നിരീക്ഷിച്ച് സാക്ഷിയായിട്ടിരിക്കാൻ ഭഗവാൻ നമ്മുടെ കർമ്മങ്ങൾ നിരീക്ഷിച്ച് നമുക്ക് ഫലം നൽകുന്നു. മന്ത്രം 4 അനുസരിച്ച് ഭഗവാൻ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത്. ഭഗവാൻ തന്നെ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ് ഭഗവാൻ തന്നെ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അടുത്തത്. ഭഗവാൻ ഒരേ സമയം ചലിക്കുന്നു എന്നും ചലിക്കുന്നില്ല എന്നും പറയുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാന്റെ ശക്തി കൊണ്ട്. മന്ത്രം 3 വിട്ടുപോയവർക്ക് അല്ലെങ്കിൽ പരാജയപ്പെട്ടവർക്ക് സംഭവിക്കുന്നത് എന്താണ്? എന്താണ് സംഭവിക്കുന്നത്? നിയമങ്ങൾ ലംഘിക്കുന്നത് കൊണ്ട് അധോഗതി ഉണ്ടാകും. നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങൾ നാം മറന്നുപോയാലും ഭഗവാൻ ഫലം നൽകുന്നത് എന്തുകൊണ്ടാണ്? സാക്ഷിയായിട്ട് ഭഗവാൻ കർമ്മസാക്ഷിയായിട്ട് കൂടെയുള്ളതുകൊണ്ട്. അടുത്തത്. മന്ത്രം 4 അനുസരിച്ച് പ്രപഞ്ചത്തിലെ വായുവിനെയും മഴയെയും നിയന്ത്രിക്കുന്നത് ആരാണ്? ഭഗവാനാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത്. കാരണം അവരുടെ നിയന്താവ് ഭഗവാനാണ് അല്ലെ. വായുവിന്റെ അവരുടെ നിയന്താവ് ഭഗവാനാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാം ആരും തന്നെ നിയന്ത്രിക്കുന്നത്? ഭഗവാൻ തന്നെയാണ്. ഒരു ഭാഗവതന്റെ ശരിയായ വീക്ഷണം എങ്ങനെയാണ്? എല്ലാറ്റിലും ഭഗവാനെ ദർശിക്കുന്നു. ഭഗവാനിൽ എല്ലാവരും ദർശിക്കുന്നു. ഭൗതികമായ അളവുകൾ കൊണ്ട് ഭഗവാനെ അളക്കാൻ ആഗ്രഹിക്കുന്നവരെ കുറിച്ച് മന്ത്രം 4 അത് പറയുന്നു. അവർക്ക് വലിയ പ്രതിഫലം ഭഗവാൻ. കാരണം അവര് കണക്കൂട്ടുന്ന പോലെയല്ല ഭഗവാന്റെ ശക്തികള്. ഭഗവാൻ അവർക്ക് അതീതനാണ് ഭഗവാൻ. മന്ത്രം 5 പ്രകാരം ഭഗവാൻ എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? സകലത്തിന്റെയും അകത്തും പുറത്തും ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു. കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചനം നേടാൻ മന്ത്രം 2 നിർദ്ദേശിക്കുന്ന ഏക മാർഗം ഏതാണ്? ബോധത്തോടെയുള്ള കർമ്മം.
കർമ്മം ചെയ്യുന്നത്. ഭഗവാൻ ഭഗവാൻ ഒരേ സമയം ഏറ്റവും വേഗനാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. അർത്ഥം എന്താണ്? മനസ്സിനേക്കാൾ മനസ്സിനേക്കാൾ വേഗത്തിൽ എല്ലായിടത്തും എത്താൻ എല്ലായിടത്തും ഭഗവാന് എത്താൻ സാധിക്കുന്നു. ഇവിടുത്തെ മനസ്സിനേക്കാളും വേഗത്തില് എല്ലാറ്റിലും എത്താനായിട്ട് ഭഗവാന് സാധിക്കുന്നു. മായാവാദികൾ ഭഗവാന്റെ ഏത് വശമാണ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത്? ഏതാണ്? രൂപത്തില്, വ്യക്തിഗത വ്യക്തിഗതമായ ഭാവത്തില്, ഭാവങ്ങൾ വ്യക്തിഗതമായ ഭാവത്തില് ഭാവത്തിലും അതീന്ദ്രിയ പ്രവർത്തനത്തിലും അതീന്ദ്രിയക്ക് ഒരിക്കലും ഒരു വ്യക്തിയായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് വ്യക്തിഗതമായിട്ടുള്ള രൂപത്തിൽ കാണാനായിട്ട് അവർക്ക് പ്രയാസമായിരിക്കും. അവരൊരിക്കലും ഭഗവാന്റെ രൂപമില്ല എന്ന് വിചാരിക്കുന്നവരാണ് അവര്. ഭഗവാന്റെ അചിന്ത്യ ശക്തി എന്നാൽ എന്താണ്? എന്താണത്? മാനവ ബുദ്ധിക്കും ബുദ്ധിക്കും യുക്തിക്കും അതീതമായ ശക്തി. യുക്തിക്കും ബുദ്ധിക്കും അതീതമായിട്ടുള്ള ശക്തിയാണ് ആരുടെ? ഭഗവാന്റെ ശക്തി എന്ന് പറയുന്നത്. ഭഗവാന്റെ ശക്തി. ഇത്രയല്ലേ ഉള്ളൂ? ആ അതെ ഉം. എല്ലാവരും അതെ